നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആസിഡ് ബേസിക് കെമിസ്ട്രിക്ക് വേണ്ടിയുള്ള ബേസസ് ആണ്. ബേസ് എന്ന് വെച്ചാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. നോർമലി യൂസ് ചെയ്യുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റി കൺസെപ്റ്റ് അല്ല ഇവിടെ എന്ന് പറഞ്ഞു. മോഡിഫൈഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആസിഡ് ബേസിക് കെമിസ്ട്രിയെ പറ്റി പറയാൻ വേണ്ടുന്ന മറ്റൊരു എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. അതെന്താണെന്ന് പറഞ്ഞു. അതിൽ പ്ലസ് ഐയും മൈനസ് ഐയും ഉണ്ടെന്ന് പറഞ്ഞു. പ്ലസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്, മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലസ് ഐ എഫക്റ്റ് ഗ്രൂപ്പുകളുടെ തന്നെ ആ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് ആയിരുന്നു. അതിൽ നമ്മൾ ഐസോട്ടോപ്പിന്റെ കേസ് പറഞ്ഞു, ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ കേസ് പറഞ്ഞു, ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെ വരും എന്നുള്ളത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയതും ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ കേസാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് കാർബൺ കൂടുന്ന സമയത്ത് പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺ സെയിം ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിങ് കൂടുന്ന അനുസരിച്ചിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് കൂടും, പ്ലസ് ഐ ഇഫക്റ്റിന്റെ സ്ട്രെങ്ത് കൂടും എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെയും അതുപോലെ തന്നെ മറ്റുള്ള എഫക്റ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. എസ്പെഷ്യലി കമ്പാരിസൺ ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വേഴ്സസ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇപ്പോൾ പ്ലസ് എച്ച് ദാറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ വേഴ്സസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്ലസ് ഐ, ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? വിച്ച് വൺ ഡോമിനേറ്റ്? ഡെഫിനറ്റ്ലി അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലസ് എച്ച് ആയിരിക്കും. ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ മേലും ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഹൈപ്പർ കോൺജുഗേഷൻ ആയിരിക്കും. എന്താ ഈ ഡോമിനേഷൻ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഞാനൊന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ, കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ കോമ്പൗണ്ട്സിന്റെ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ഒന്ന് കമ്പയർ ചെയ്യണം, കണ്ടുപിടിച്ചൊന്ന് കമ്പയർ ചെയ്യണം. ഒന്ന് ഈ കോമ്പൗണ്ട്, സെക്കൻഡ് CH3, CH2, CH2, CH പ്ലസ്, CH2, CH2, CH3. ഇവിടെ നിങ്ങൾ ഏത് എഫക്റ്റ് വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യാനുള്ളത്? ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യാനുള്ളത്, അതോ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ടാണോ? ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റിലെ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യപ്പെടുന്ന മീസോമറിക്കാണ്. അത് കഴിഞ്ഞ റെസൊണൻസ്, അത് കഴിഞ്ഞാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ യൂസ് ചെയ്യുന്നത്. അതും കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റിലാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന് മേളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി പരിഗണിക്കാൻ നേരത്തെ ഇവിടെ CH3 പ്ലസ് ഐ ആണ്, CH3 പ്ലസ് ഐ ആണ്, CH3 പ്ലസ് ഐ ആണ്, ഇവരും പ്ലസ് ഐ ആണ്. സോ ഇവിടെയാണ് നമുക്ക് കാർബോകാറ്റയോണിന്റെ ചുറ്റിനുമുള്ള ഏത് കൂടുതൽ? നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും മോർ സ്റ്റേബിൾ? ഇപ്പൊ സപ്പോസ് നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇത് പറയാൻ യൂസ് ചെയ്യുന്നത്, നോക്കുക, ഇവിടെ 3 കാർബൺ വരുന്ന ചെയിൻ വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട് അല്ലെ? ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് വരുന്ന ചെയിൻസേ വരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരുപാട് കാർബണുള്ള ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇവിടെ സ്റ്റേബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ല. ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വൈസ് ഹൈപ്പർ കോൺജുഗേഷന്റെ ചാൻസ് ഇവിടെ ഉണ്ട്. കാര്യം പോസിറ്റീവ് ചാർജ് വരുന്ന കാർബണിന്റെ തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബോകാറ്റയോണിന്റെ തൊട്ടടുത്ത കാർബണിൽ ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ള ചാൻസ് ഉണ്ട്. സോ എവിടെയാണ് ഹൈപ്പർ കോൺജുഗേഷന്റെ എഫക്റ്റ് കൂടുതൽ? ഇവിടെയാണോ ഹൈപ്പർ കോൺജുഗേഷന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ? ഡെഫിനറ്റ്ലി ഇവിടെ ആയിരിക്കും. കാര്യം ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അത് റിലേറ്റഡ് ആണ്. ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുന്ന സമയത്ത് ഹൈപ്പർ കോൺജുഗേഷന്റെ എഫക്റ്റ് കൂടും. സോ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷന്റെ എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടും. കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈപ്പർ കോൺജുഗേഷന്റെ സ്ട്രെങ്ത് ആണ്. സോ ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 9 ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ എത്ര ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 4 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഏത് കാർബോകാറ്റയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ? എവിടെയാ കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ നടക്കുന്നത്? ഇവിടെയാണ്. സോ അതാണ് മോർ സ്റ്റേബിൾ. അല്ലാതെ എപ്പോഴും നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ചു എന്ന് വെച്ചിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം നോക്കി ചെയ്യരുത്. അവിടെയാണ് പല ആൾക്കാർക്കും മിസ്റ്റേക്ക് വരുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അവിടെ ഡോമിനേറ്റിംഗ് ഇഫക്റ്റ് ഏതാണെന്ന് നോക്കണം. അവിടെയുള്ള എല്ലാ ഇഫക്റ്റും പരിഗണിച്ച് വിച്ച് വൺ ഈസ് ഡോമിനേറ്റിംഗ്, അത് വെച്ച് വേണം നിങ്ങൾ അതിന്റെ സ്റ്റെബിലിറ്റി പറയാനായിട്ട്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, CH3, C പ്ലസ്, CH3, then CH3, and CD3, C പ്ലസ്, CD3 and CD3. ഏത് കാർബോകാറ്റയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ? നമ്മൾ ഏത് എഫക്റ്റ് യൂസ് ചെയ്യും?
രണ്ടിടത്തും എന്ത് പോസിബിൾ ആണ്? ഹൈപ്പർ കോഞ്ചുഗേഷൻ പോസിബിൾ ആണ്. കാര്യം എന്താ? ഇവിടെ കാർബണിന്റെ തൊട്ടടുത്ത് CH ഉണ്ട്, ഇവിടെ കാർബണിന്റെ തൊട്ടടുത്ത് CD ഉണ്ട്. അപ്പൊ ഡ്യൂട്ടീരിയത്തിനും ഹൈപ്പർ കോഞ്ചുഗേഷനിൽ ഇൻവോൾവ് ആവാൻ പറ്റും. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പർ കോഞ്ചുഗേഷന്റെ എഫക്ട് ആർക്കാണ്? ഹൈഡ്രജൻ ആണ് ഹൈപ്പർ കോഞ്ചുഗേഷന്റെ എഫക്ട് കൂടുതൽ. അത് കഴിഞ്ഞാൽ ആർക്കാണ്? ഡ്യൂട്ടീരിയം, അത് കഴിഞ്ഞ് ട്രിഷ്യം. പക്ഷേ ഇതാണ് +H എഫക്റ്റിന്റെ ഹൈപ്പർ കോഞ്ചുഗേഷന്റെ ഓർഡർ. എന്നാൽ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ഓർഡർ എന്താണ്? നേരെ തിരിച്ചാണ്. ആർക്കാ? ബോണ്ട് ലെങ്ത് കുറഞ്ഞിടത്താണ് ഇൻഡക്റ്റീവ് എഫക്ട് നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ട്രിഷ്യത്തിനാണ് കൂടുതൽ, അത് കഴിഞ്ഞ് ഡ്യൂട്ടീരിയം, അത് കഴിഞ്ഞ് ഹൈഡ്രജൻ. അപ്പൊ നോക്ക്, ഇതിൽ ഏത് എഫക്റ്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് ആൻസർ നേരെ തിരിഞ്ഞു വരും. ഇവിടെ ഏത് എഫക്റ്റാണ് പരിഗണിക്കാനുള്ളത്? ഹൈപ്പർ കോഞ്ചുഗേഷനും ഇൻഡക്റ്റീവ് എഫക്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ആര് ഡോമിനേറ്റ് ചെയ്യും? ഹൈപ്പർ കോഞ്ചുഗേഷൻ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഡോമിനേഷൻ ഓർഡർ എങ്ങനെയാണ്? മീസോമറിക്ക്, അത് കഴിഞ്ഞ റെസൊണൻസ്, അത് കഴിഞ്ഞ് ഹൈപ്പർ കോഞ്ചുഗേഷൻ, അതിനും താഴെ ഇൻഡക്റ്റീവ് എഫക്റ്റ് വരുന്നുള്ളൂ. സോ ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഹൈപ്പർ കോഞ്ചുഗേഷൻ. സോ ഹൈപ്പർ കോഞ്ചുഗേഷൻ അനുസരിച്ചിട്ടാണ് ഇവിടുത്തെ സ്റ്റെബിലിറ്റി നിങ്ങൾ പരിഗണിക്കുന്നത്. അപ്പൊ ഏത് മോർ സ്റ്റേബിൾ ആവും? ആര് മോർ സ്റ്റേബിൾ ആവും? നോക്കാം, ഹൈഡ്രജൻ ആണ് ഹൈപ്പർ കോഞ്ചുഗേഷന്റെ എഫക്ട് കൂടുതൽ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 9 ആൽഫ ഡ്യൂട്ടീരിയം ഉണ്ട്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ അല്ലെങ്കിൽ ആൽഫ ഡ്യൂട്ടീരിയത്തിന്റെ എണ്ണം സെയിം ആണ്. അപ്പൊ നെക്സ്റ്റ് നോക്കേണ്ടത് എന്താ? അവിടുത്തെ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് ആണ് നോക്കേണ്ടത്. ഹൈപ്പർ കോഞ്ചുഗേഷന്റെ സ്ട്രെങ്ത് ആണ് നോക്കേണ്ടത്. അപ്പൊ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ആരാ? ഹൈഡ്രജൻ ആണ് ഡ്യൂട്ടീരിയത്തിനേക്കാൾ നന്നായിട്ട്. അതിന്റെ ഓർഡറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ ആയിരിക്കും ഏതായിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? കാർബോക്കേറ്റോൺ. ഇതായിരിക്കും. ഹൈപ്പർ കോഞ്ചുഗേഷന്റെ എഫക്ട് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? കാർബോക്കേറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. അത് നമ്മൾ ഹൈപ്പർ കോഞ്ചുഗേഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ കേസ്, +I ഇഫക്റ്റിന്റെ കേസ് ഇവിടെ പറഞ്ഞു. ഓക്കെ, അതിനെ ഹൈപ്പർ കോഞ്ചുഗേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് -I ഇഫക്റ്റിനെ പറ്റിയാണ്. സ്ട്രെങ്ത് ഓഫ് -I ഇഫക്റ്റ്. -I ഇഫക്റ്റ് ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് നമുക്ക് കമ്പയർ ചെയ്യണം. സ്ട്രെങ്ത് ഓഫ് -I ഇഫക്റ്റ്. നമുക്ക് നോക്കാം. -I ഇഫക്റ്റിന്റെ ഗ്രൂപ്പ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ പരിഗണിക്കേണ്ടത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. നെക്സ്റ്റ് പരിഗണിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും പരിഗണിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? -I ഇഫക്റ്റ് ഗ്രൂപ്പിന്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -I ഇഫക്റ്റ്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? -I ഇഫക്റ്റ് കൂടും. ഓക്കെ, ഇത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ 4 പേര് തന്നേക്കുന്നു. ഇതിൽ ആരാ മോർ -I? ഡെഫിനറ്റ്ലി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാ? ഫ്ലൂറിൻ. അത് കഴിഞ്ഞാൽ ഇതായിരിക്കും എന്തിന്റെ? -I ഓർഡർ എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ തന്നെയാണ്. അതുപോലെ അടുത്ത 4 പേരെ ഞാൻ തന്നേക്കുവാണ്. NF2, NHF, NH2. ഇവിടെ എങ്ങനെയാണ് -I ഇഫക്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്? ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഇവിടെ 2 ഫ്ലൂറിൻ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവിടെ ഒരു ഫ്ലൂറിനേ ഉള്ളൂ, ഇവിടെ ഫ്ലൂറിനൊന്നും ഇല്ല. അപ്പൊ ഏതിനായിരിക്കും? ഇവിടെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. സോ അവിടെ ആയിരിക്കും -I ഇഫക്റ്റിന്റെ സ്ട്രെങ്തും കൂടുതൽ. അതുപോലെ CF3, CHF2, CH2F, ഇതിൽ ആർക്കായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? ഈ എഴുതിയിരിക്കുന്ന ഓർഡർ തന്നെയാണ്. ഇവിടെ 3 ഫ്ലൂറിൻ വരുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും, ഈ ഗ്രൂപ്പ് ആയിരിക്കും മോർ ഇലക്ട്രോനെഗറ്റീവ്. അതായിരിക്കും മോർ -I കാണിക്കുന്നത്. CHF2 2 ഫ്ലൂറിനേ ഉള്ളൂ. ഓക്കെ, ഇവിടെ CH2F 1 ഫ്ലൂറിനേ ഉള്ളൂ. ഇനി അടുത്ത ഇതുപോലെ NO2 ആൻഡ് ഇപ്പൊ 2 ഗ്രൂപ്പ് ഞാൻ തന്നേക്കുവാണ്. NO2 ഗ്രൂപ്പും ഉണ്ട്, C ട്രിപ്പിൾ ബോണ്ട് CH ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഇവിടെ ആർക്കായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ? നമ്മൾ മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഓക്കെ, സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്ന് പറയുന്ന NO2 ഗ്രൂപ്പിന് തന്നെ ആയിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയിട്ടുള്ളത്, CH ട്രിപ്പിൾ ബോണ്ട് CH-നെക്കാളും. എന്നാൽ OH, അതുപോലെ C ട്രിപ്പിൾ ബോണ്ട് CH, അതുപോലെ NH2,
ഈ 3 പേരെ പരിഗണിക്കുമ്പോൾ ആർക്കായിരിക്കും ഏറ്റവും ഇലക്ട്രോണെഗറ്റിവിറ്റി ഉള്ളത്? നമ്മൾ മോഡിഫൈഡ് ഇലക്ട്രോണെഗറ്റിവിറ്റി ചെക്ക് ചെയ്യുക. OH-നാണ് ഇതിനേക്കാളും കൂടുതൽ. ഇത് നോക്കുക, SP കാർബൺ ആണ്, SP3 നൈട്രജൻ ആണ്. SP കാർബണിനായിരിക്കും മോർ ഇലക്ട്രോണെഗറ്റിവിറ്റി. സോ ഇതായിരിക്കും മൈനസ് ഇഫക്റ്റിന്റെ ഓർഡർ. സോ മൈനസ് ഇഫക്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ എന്ന് പറയുന്നത് കൂടുതൽ ആർക്കാണ്? OH-നെക്കാളും കുറച്ചുകൂടെ കുറവാണ് C ട്രിപ്പിൾ ബോണ്ട് ആൽക്കൈന്, അതിനേക്കാളും കുറവാണ് NH2. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അറിയണം. അവിടെ മോഡിഫൈഡ് ഇലക്ട്രോണെഗറ്റിവിറ്റി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും അതിനു വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം. എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് CH2 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 ആൻഡ് O മൈനസ്. ഇവിടെ F ഉണ്ട്. ബി എന്ന് പറയുന്ന CH3 CHF then CH2 O മൈനസ്. സി എന്ന് പറയുന്ന CH3 CH2 CHO മൈനസ് F. ഇവിടെ F ഉണ്ട്. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഏത് കോമ്പൗണ്ട് ആണ് ഇതിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്ന ആരാ? ഈ നെഗറ്റീവ് ചാർജിന്റെ അളവാണ്. ഓക്കെ, ചാർജ് ഉള്ളിടത്ത് ചാർജ് കുറഞ്ഞതായിരിക്കും മോർ സ്റ്റേബിൾ. ഇതിൽ ആരാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ളത്? ഓക്കെ, മോർ സ്റ്റേബിൾ ആണെങ്കിൽ ഇതിനെ നന്നായിട്ട് പിടിച്ചുകൊണ്ട് പോകണം. -I എഫക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, -I എഫക്റ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? മോർ സ്റ്റേബിൾ ആവും. കാര്യം -I വന്നു കഴിഞ്ഞാൽ -I എഫക്റ്റ് ഗ്രൂപ്പ് ഇവിടെ ഫ്ലൂറിൻ -I ആണ്. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ നെഗറ്റീവ് ചാർജിനെ അതിനെ വിഡ്രോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സോ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവും. പക്ഷെ ഈ 3 കോമ്പൗണ്ടിലും എന്താണ്? ഫ്ലൂറിൻ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, സ്ട്രെങ്ത് നമ്മൾ നോക്കുന്ന സമയത്ത്, -I എഫക്റ്റിന്റെ സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റിയാണ് നോക്കേണ്ടത്. അപ്പൊ മോർ ഇലക്ട്രോണെഗറ്റീവ് ആറ്റം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റിന് വന്നിരിക്കുന്നത്. ആ എല്ലാ ആറ്റത്തിനും ഇലക്ട്രോണെഗറ്റിവിറ്റി സെയിം ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് നോക്കണം? ഡിസ്റ്റൻസ് നോക്കണം. സോ അടുത്ത് നിൽക്കുന്ന ഫ്ലൂറിൻ ഏതാണോ അതിനായിരിക്കും ഈ നെഗറ്റീവിനെ മോർ വിഡ്രോ ചെയ്യാനുള്ള കഴിവ്. സോ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്ത് ഈ നെഗറ്റീവിന്റെ അളവ് കുറയ്ക്കാൻ? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് വരും, ഈ നെഗറ്റീവിന്റെ അളവ് കുറയും. അപ്പൊ ആരായിരിക്കും മോർ സ്റ്റേബിൾ? ഇതായിരിക്കും. ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് പറയാം സി. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റൻസ് നിൽക്കുന്ന ബി ആണ്. അതും കഴിഞ്ഞേ എ വരുള്ളൂ. ഇതാണ് ഇവിടുത്തെ സ്റ്റെബിലിറ്റി ഓർഡർ. സ്റ്റെബിലിറ്റി ഓർഡർ. ഓക്കെ, ഫസ്റ്റ് -Iയുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് എന്താണ്? ഇലക്ട്രോണെഗറ്റിവിറ്റി ആണ്. നെക്സ്റ്റ് അടുത്തായിട്ട് നോക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് -I എഫക്റ്റിനെയും -M എഫക്റ്റിനെയും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ശ്രദ്ധിച്ചോളുക, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. നമ്മൾ നേരത്തെ ഹൈപ്പർ കോൺജുഗേഷനെയും +I കമ്പയർ ചെയ്തതുപോലെ +M വേഴ്സസ് -I, +M എഫക്റ്റ്, മീസോമറിക് എഫക്റ്റും -I എഫക്റ്റ് തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതുവാണ്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് OH. ഈ കോമ്പൗണ്ടിൽ ഈ ഓക്സിജൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓക്സിജൻ എന്ത് കാണിക്കുന്നതാണ്? +M കാണിക്കാൻ പറ്റും. കാര്യം എന്താ? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. തൊട്ടടുത്ത കാർബണിൽ വേക്കന്റ് p ഓർബിറ്റൽ ഉണ്ട്. കാര്യം അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ GOC-യിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇതിന് എന്ത് കാണിക്കാൻ പറ്റും? +M കാണിക്കാൻ പറ്റും. അതുപോലെ ഈ ഓക്സിജൻ OH ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താ? -I കാണിക്കുന്ന ആളാണ്. ഏത് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്? +M ആണോ -I ആണോ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്? മസ്റ്റ് ആയിട്ടും മീസോമറിക് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇതിനെ നിങ്ങൾക്ക് -I പരിഗണിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് +M. ഇവിടെ +M ഡോമിനേറ്റ്സ്. അതായത് ഇതിന്റെ കേസിൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ റിയാക്ടിവിറ്റി ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പരിഗണിക്കേണ്ടത് എന്താണ്? മീസോമറിക് എഫക്റ്റ് ആണ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ല. അപ്പൊ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്രയോറിറ്റി ഏറ്റവും കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ലെസ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം മറ്റാരും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കയറി വരുള്ളൂ. ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ അടുത്തൊരു കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട് CH NH2. ഇവിടെ NH2 നോക്കുക, ഇതിന് ഇങ്ങോട്ട് ഇലക്ട്രോണിന് കൊടുക്കാൻ പറ്റുമല്ലോ.
കൊടുക്കാൻ പറ്റും. സോ ഇവിടെ എന്താണ് പ്ലസ് എം ഉണ്ട്. അതുപോലെ NH2 ഗ്രൂപ്പ് മൈനസ് ഐ എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി പ്ലസ് എം ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് CH2 ഡബിൾ ബോണ്ട് CHF. ഓക്കെ, ഇവിടെ നോക്ക്, ഇലക്ട്രോൺസ് ഉണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺസ് ഫ്ലൂറിനുണ്ട്, വേക്കന്റ് പി ഓർബിറ്റൽ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? പ്ലസ് എം കാണിക്കാൻ പറ്റും. പ്ലസ് എം കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രോണിന് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ഐ വിഡ്രോ ചെയ്യാനും പറ്റും. ഓക്കെ, ഏതായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്? ഫ്ലൂറിൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, സോ മൈനസ് ഐ എഫക്റ്റീവ് ആയിരിക്കും. ഏതായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എം ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലേ? അല്ല, ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന മൈനസ് ഐ ആണ്. മൈനസ് ഐ ഡോമിനേറ്റ്. കാരണം എന്താ? ഈ ഫ്ലൂറിൻ എന്ന് പറയുന്ന മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഒറ്റ ആറ്റം ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്, അത് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഡൊണേഷൻ ഓഫ് ഇലക്ട്രോൺസുമായിട്ട് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡൊണേഷൻ ടെൻഡൻസി. ഓക്കെ, ഇത് ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ ഇതധികം ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യില്ല. അപ്പോൾ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന എഫക്റ്റ് പ്ലസ് എമ്മിനെക്കാളും മൈനസ് ഐ ആണ്. ഡൊണേറ്റ് ചെയ്യുന്ന വളരെ പാടുപെട്ട് കുറച്ച് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ വിഡ്രോയിങ് എഫക്റ്റ് അതിനേക്കാളും കൂടുതലാണ്. മൈനസ് ഐ സ്ട്രോങ് ആണ്, കാര്യം ഹൈലി ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഐ ഇവിടെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യപ്പെടും. പ്ലസ് ഒരു കാര്യം കൂടെ ഓർക്കുക, പ്ലസ് ഐയും മൈനസ് എമ്മും വരുന്ന കേസിലെല്ലാം എന്ന് വെച്ചാൽ പ്ലസ് എം മൈനസ് ഐ വരുന്ന ഹാലജൻസിന്റെ കേസിലൊക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലെയുള്ള ഹാലജൻസിന്റെ കേസിലെല്ലാം തന്നെ മൈനസ് ഐ ഡോമിനേറ്റ് ചെയ്യും. മൈനസ് ഐ ഡോമിനേറ്റ് ചെയ്യും. പ്ലസ് ഐയും മൈനസ് എമ്മും പ്ലസ് എമ്മും മൈനസ് ഐയും വരുന്ന ഹാലജൻസിന്റെ കേസിൽ, ഫ്ലൂറിൻ, ക്ലോറിൻ, ഫ്ലൂറിനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതിന്റെയൊക്കെ കേസിൽ മൈനസ് ഐ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കാം. അതെ, ഇതുപോലൊരു കോമ്പൗണ്ട് ഞാൻ എഴുതുവാണ്. നോക്കുക, CF ഇവിടെ മൈനസ് ചാർജ്, അതുപോലെ CL ഇവിടെ മൈനസ് ചാർജ്. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഒരു കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൂറിന് എന്തൊക്കെ കാണിക്കാൻ പറ്റും? പ്ലസ് എമ്മും കാണിക്കാൻ പറ്റും, പ്ലസ് എമ്മും കാണിക്കാൻ പറ്റും, മൈനസ് ഐയും കാണിക്കാൻ പറ്റും. എന്ത് ഡോമിനേറ്റ് ചെയ്യും? എന്ത് ഡോമിനേറ്റ് ചെയ്യും? പ്ലസ് ഐ ഡോമിനേറ്റ് ചെയ്യും. സോറി, മൈനസ് ഐ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ മൈനസ് ഐ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കോമ്പൗണ്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ക്ലോറിനെ സംബന്ധിച്ചിട്ട് അതിന് ഇവിടെ കാണിക്കാൻ പറ്റുന്നത്, ഇവിടെ കാർബാനയോൺ ആണ്, ശ്രദ്ധിച്ചോണം, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഇവിടെ ആയിക്കഴിഞ്ഞാലും പ്ലസ് എം, ഇത് പ്ലസ് എം തീരെ കാണിക്കത്തില്ല. കാര്യം എന്താ? ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇവിടെ മൈനസ് ആയി ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ ഈ ക്ലോറിന്റെ കേസിൽ അവിടെ മൈനസ് ഐയും ഉണ്ട്, കൂടാതെ എന്തുകൊണ്ട്? മൈനസ് എമ്മും ഉണ്ട്. കാര്യം ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ നെഗറ്റീവ് ചാർജിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലോറിന് അതിന്റെ വാക്കന്റ് പിയിലേക്ക്, വാക്കന്റ് ഓർബിറ്റലിലേക്ക്, ക്ലോറിനിൽ വാക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്, ദാറ്റ് ഈസ് വാക്കന്റ് ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ തൊട്ടടുത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്, ഒരു ആറ്റത്തിൽ എന്തുകൊണ്ട്? വാക്കന്റ് ഡി ഓർബിറ്റലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാക്കന്റ് ഓർബിറ്റലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിലേക്ക് ഇലക്ട്രോൺസിനെ അതിന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ക്ലോറിനിൽ വാക്കന്റ് ഓർബിറ്റൽ ഉണ്ട്, എന്നാൽ ഇതിൽ എന്തില്ല? ഫ്ലൂറിനിൽ വാക്കന്റ് ഓർബിറ്റൽ ഇല്ല. ഇത് നമ്മൾ മീസോമെറിക്കിൽ പഠിക്കുന്നതാണ്. ഇവിടെ വാക്കന്റ് ഓർബിറ്റൽ ഇല്ല. അപ്പൊ ഫ്ലൂറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൈനസ് എം കാണിക്കാൻ പറ്റില്ല, അതിന് മൈനസ് ഐ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ക്ലോറിന് മൈനസ് ഐയും കാണിക്കാൻ പറ്റും, മൈനസ് എമ്മും കാണിക്കാൻ പറ്റും. ഇങ്ങനെ വന്നാൽ മൈനസ് ഐയും മൈനസ് എമ്മും കൂടെ വന്നാൽ ആര് ഡോമിനേറ്റ് ചെയ്യും? മൈനസ് എം തന്നെ ഡോമിനേറ്റ് ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. മൈനസ് ഐയും
പ്ലസ് എമ്മും വന്നു കഴിഞ്ഞാൽ ആര് ഡോമിനേറ്റ് ചെയ്യും? പ്ലസ് ഐ ഡോമിനേറ്റ് ചെയ്യും. ആരുടെ കേസിൽ മാത്രം? ഹാലജൻസിന് മാത്രം. ഓക്കെ. എന്നാൽ മൈനസ് ഐയും മൈനസ് എമ്മും കൂടെ വന്നു കഴിഞ്ഞാൽ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? രണ്ടും കൂടെ വന്നാൽ ഫ്ലൂറിന്റെ കേസിൽ മൈനസ് എം വരില്ല. ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? മൈനസ് എം ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മീസോമറിക് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോമ്പൗണ്ട്സിൽ ഏത് കാർബാനയോൺ ആയിരിക്കും മോർ സ്റ്റേബിൾ? അപ്പൊ ഇവിടെ മൈനസ് ഐ എഫക്റ്റ് ആണുള്ളത്, ഇവിടെ മൈനസ് എം ആണ് ഉള്ളത്. ഓക്കെ. ഇത് മൈനസ് ഐ കാണിക്കുന്നു, ഇത് മൈനസ് എം കാണിക്കുന്നു. അപ്പൊ സ്ട്രോങ് എഫക്റ്റ് ഏതാ? ഡെഫിനറ്റ്ലി ഒരു ഡൗട്ടും വേണ്ട, മീസോമറിക് എഫക്റ്റ് ആണ് സ്ട്രോങ് എഫക്റ്റ്. അതായത് സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോണിനെ പിടിച്ചെടുക്കുന്ന ആരാ? ക്ലോറിൻ തന്നെയാണ്. ദാറ്റ് ഈസ് ഈ കോമ്പൗണ്ട് ആണ് മോർ സ്റ്റേബിൾ. കൺഫ്യൂഷൻ ആയി പോകരുത്. ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടിട്ട് അതാണ് മോർ സ്റ്റേബിൾ, അതിനല്ലേ ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലല്ലേ, ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ കൂടുതലല്ലേ എന്ന് വിചാരിച്ച് ഇത് ആൻസർ എഴുതി വെക്കരുത്. അപ്പൊ ഇതല്ലേ മോർ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് ആൻസർ എഴുതി വെക്കരുത്. ഏതാണ് ആൻസർ? മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബാനയോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. കാര്യം എന്താ? ഇവിടെ ഇൻഡക്റ്റീവ്, ഇത് രണ്ടും ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ ചെറിയ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ആണ്. ഇവിടെ മീസോമറിക് എഫക്റ്റ് ആണ്, മൈനസ് എം എഫക്റ്റ്, അത് വലിയ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. അപ്പൊ ഇവിടെയാണ് കൂടുതൽ ഇലക്ട്രോണിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. സോ ഇതാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബാനിയം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു എക്സെപ്ഷണൽ കേസ് ആയിട്ട് തന്നെ നിങ്ങൾ അത് പഠിച്ചു വെച്ചോണം. ഓക്കെ. നെക്സ്റ്റ്, ഇനി ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: റിയാക്ടിവിറ്റി of towards electrophilic substitution. Towards electrophilic substitution. Electrophilic substitution. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള റിയാക്ടിവിറ്റി അതിന്റെ ഓർഡർ അനുസരിച്ചിട്ട് എഴുതണം. ഞാനൊരു 4 കോമ്പൗണ്ട്സ് എഴുതാം. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ റിയാക്ടിവിറ്റി, അസിഡിറ്റി, ബേസിസിറ്റി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോളുക, നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ജിഒസിയിലും ഇവിടെ ആയിട്ട് പഠിക്കുന്ന ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് വേണം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ. കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അറിയുക. NH2, then benzene, then fluorine. ഇവിടെ ഫ്ലൂറിൻ വന്നിരിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇലക്ട്രോഫൈല് വരും. ശ്രദ്ധിച്ചു കേൾക്കാം. ഇലക്ട്രോഫൈല് ഈ 4 കോമ്പൗണ്ട്സിലും എവിടെയാ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ബെൻസീൻ റിംഗിലാണ്. അതായത് എവിടെയാണോ റിംഗ് മോർ ന്യൂക്ലിയോഫിലിക്, അവിടെ ആയിരിക്കും മോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. അപ്പൊ ഇതിലെ ഇത്രയും കോമ്പൗണ്ട്സിലെ റിംഗ് മോർ ന്യൂക്ലിയോഫിലിക് എവിടെയാണ്? ന്യൂക്ലിയോഫിലിക് എന്ന് വെച്ചാൽ റിംഗിൽ എവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ? റിംഗിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പുകൾ ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇതില് ആരാണോ മോർ ഇലക്ട്രോൺസിനെ റിംഗിലേക്ക് കൊടുക്കുന്നത് അതിന് റിംഗിൽ മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടും. അതിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് കാണിക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞാനിപ്പോ P, Q, R and S. ഓക്കെ. അപ്പോൾ ഇതിന് ഇലക്ട്രോഫൈലുമായിട്ടുള്ള റിയാക്ടിവിറ്റി എങ്ങനെ വരും എന്നുള്ള ആ ഓർഡറിൽ എഴുതുക. ഓക്കെ. അപ്പൊ ഇതിൽ എവിടെയായിരിക്കും റിംഗിന് മോർ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത്? നമ്മൾ ഈ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുക. OH ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ കാണിക്കുന്നത്? പ്ലസ് എം ഇഫക്റ്റ് കാണിക്കുന്നതാണ്. ഓക്കെ. OH ഗ്രൂപ്പ് കാര്യം എന്തായാലും ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ പ്ലസ് എം കാണിക്കാൻ പറ്റും, ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും. പിന്നെ എന്ത് കാണിക്കും? മൈനസ് ഐയും കാണിക്കും. അതിൽ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എം ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മീസോമറിക്ക് വരുന്ന എഫക്ട് വരുന്ന കണ്ടീഷനിലൊക്കെ മീസോമറിക് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ഹാലജൻസിൽ ഒഴികെ. ഓക്കെ. NH2 എന്തൊക്കെയാ കാണിക്കുന്നത്? പ്ലസ് എം കാണിക്കുന്നുണ്ട്, മൈനസ് ഐ കാണിക്കുന്നുണ്ട്. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പ്ലസ് എം ഡോമിനേറ്റ്. ഇവിടെ നോ എഫക്റ്റ്, ഒരു എഫക്റ്റും ഇല്ല, കാര്യം ഗ്രൂപ്പ് ഇല്ല. ഫ്ലൂറിനില് നമ്മളിപ്പോ പറഞ്ഞു എന്താ കാണിക്കുന്നത്? പ്ലസ് എം കാണിക്കും. ഓക്കെ. മൈനസ് ഐയും കാണിക്കും. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? മൈനസ് ഐ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് ഐ ആണ് ഇതിൽ ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇനി കമ്പയർ ചെയ്യാം. ഇതില് പ്ലസ് എം കാണിക്കുന്നത് എന്തായാലും ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ
പ്ലസ് എം കാണിക്കുന്ന ആൾക്കാർ ഡോമിനേറ്റിംഗ് ഇഫക്റ്റ് ഇവിടെ പ്ലസ് എം, ഇവിടെ എഫക്റ്റ് ഇല്ല, ഇവിടെ -i. അപ്പോ ഇലക്ട്രോൺ കൊടുക്കുന്ന എഫക്റ്റ് ഏതൊക്കെയാ? പ്ലസ് എം, ഇത് രണ്ടുമാണ് ഇലക്ട്രോണിനെ റിങ്ങിലേക്ക് കൊടുക്കുന്ന എഫക്റ്റ്. അപ്പൊ എന്തായാലും കൂടുതൽ ഇവിടെയോ ആയിരിക്കണം. ഇലക്ട്രോൺ ഡെൻസിറ്റി റിങ്ങിൽ കൂടുതൽ കിട്ടുന്നു, അവിടെ ആയിരിക്കും മോർ ഇലക്ട്രോഫൈൽ വരുന്നത്. അപ്പൊ ഇതിൽ എവിടെയാ റിങ്ങിൽ കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കിട്ടുന്നത്? ആരുടെ കേസിലാണ്? ഇതിലാണോ അതോ ഇതിലാണോ? ഓക്കെ, മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ ആർക്കാണ്? ഇതില് ആർക്കാണ് മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ ഉള്ളത്? ഇപ്പൊ OH ഉം NH2 കൂടെ കമ്പയർ ചെയ്യുവാണ്. ഇതിൽ ആരാണ് ലെസ് ഇലക്ട്രോൺ നെഗറ്റീവ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾക്ക്, ഇപ്പൊ ഓക്സിജൻ, നൈട്രജൻ, ആരാ ലെസ്? OH ആൻഡ് NH2. ഓക്സിജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നൈട്രജനെക്കാളും എന്താണ്? കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന് കൊടുക്കാനുള്ള കഴിവ് കുറയും. അപ്പൊ ഇതിൽ ആർക്കാ ഇലക്ട്രോണിന് കൊടുക്കാൻ കഴിവ് കുറവ്? അത് ഓക്സിജനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാ? നൈട്രജനാണ്. സോ ഏറ്റവും കൂടുതൽ ഇവിടെ ക്യൂവിനാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിനെ റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് NH2 കാര്യം തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എഫക്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തു, പിന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ വന്നു. അപ്പൊ പ്ലസ് എം എഫക്റ്റ് വരുന്ന 2 കോമ്പൗണ്ട്സ് ഇവിടെ തന്നിട്ടുള്ളൂ. അതിൽ പിന്നെ നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കി, രണ്ടും പ്ലസ് എം എഫക്റ്റ് ആയിരുന്നു. അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റം മോർ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ അതിന് നന്നായിട്ട് ഇലക്ട്രോഫൈലുമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത എന്തായിരിക്കും വരുന്നത്? അടുത്ത പ്ലസ് എം എഫക്റ്റ് ഉള്ള ഇതേ ഉള്ളൂ, PM. ഇനി അടുത്ത 2 പേരെ നിങ്ങൾ നോക്കുക. ഇവിടെ ആണെങ്കിൽ ഒരു എഫക്റ്റും ഇല്ല, ഉള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ തന്നെ ഉണ്ട്. -i എന്ന് വെച്ചാൽ റിങ്ങിൽ നിന്ന് അവിടെ ഉള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടെ ആര് കൊണ്ടുപോകുന്നുണ്ട്? ഫ്ലൂറിൻ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യം ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. ഇവിടെ ഉള്ളത് അവിടെ ഉണ്ട്, ആരും കൊടുത്തിട്ടുമില്ല, കൊണ്ടുപോയിട്ടുമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഉള്ളതിനെ ഫ്ലൂറിൻ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കുറവാണ്. അപ്പൊ എസിലാണ് ഏറ്റവും കുറവ്. ദെൻ ഇറ്റ് ഈസ് ദ ഓർഡർ. ഓക്കെ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾ അറിയണം. അടുത്ത ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ തരുവാണ്. ഫസ്റ്റ് റിയാക്ഷൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ഇതിന്റെ ഓർഡർ റേറ്റ് ഞാൻ K1 എടുക്കുന്നു. നെക്സ്റ്റ് ക്ലോറോബെൻസീൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, അതിന്റെ K2 എന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ, ആലോചിച്ച് നോക്കുക. നമ്മൾ ജനറലി നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബെൻസീൻ ഉണ്ട്, ക്ലോറോബെൻസീൻ ഉണ്ട്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ഇലക്ട്രോഫൈലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ +2 പഠിച്ചിട്ടുണ്ട്. ക്ലോറോബെൻസീൻ എന്ന് പറയുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർത്തോയിലും പാരയിലൊക്കെ നടത്തുന്നുണ്ട്. ബെൻസീന്റെ കേസിൽ അങ്ങനെ വലുതായിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ബെൻസീൻ ഹൈലി എന്താണ് റിയാക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ അതൊന്നും നോക്കരുത്. നമ്മുടെ മനസ്സിലുള്ള ധാരണകളൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. കറക്റ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ബെൻസീനുമായിട്ട് കണക്ട് ചെയ്ത് ഈ റൂട്ട് ചിന്തിക്കേണ്ട ഇതാണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വേഗത്തിൽ നടക്കുന്ന ആരിലാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ബെൻസീൻ റിംഗിൽ നല്ല ഇലക്ട്രോൺസ് വേണം. ഇത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, എങ്കിലേ പ്ലസ് ചാർജ് ഉള്ള ഇലക്ട്രോഫൈലിനെ ഇതിന് റിയാക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് നല്ല ഇലക്ട്രോൺ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കണം. ഇനി ഇവിടെ അങ്ങനത്തെ ഗ്രൂപ്പ് ഇല്ല. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പക്ഷെ ആ ഗ്രൂപ്പ് എന്താണ്? -i ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഹാലജൻ ആണ്. അവിടെ പ്ലസ് എമ്മിനെക്കാളും ഡോമിനേറ്റ് ചെയ്യുന്ന എന്താണ്? -i ആണ്. സോ ഇത് -i ഗ്രൂപ്പ് ആണ്. സോ ഇവിടെ -i ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഇലക്ട്രോണിനെ കൂടെ അത് കൊണ്ടുപോകും. അപ്പോൾ K2 എന്ന് പറയുന്ന അതിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിനെക്കാളും കൂടുതലായിരിക്കും K1. കാര്യം എന്താ? ബെൻസീനിൽ ആരും പിടിച്ചോണ്ട് പോകാനും ഇല്ല, കൊടുക്കാനും ഇല്ല. ഉള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് ബെൻസീൻ ആണ് ക്ലോറോബെൻസീനെക്കാളും വേഗത്തില് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നടത്തുന്നത്, അല്ലാതെ തിരിച്ചല്ല. പല ആൾക്കാരുടെയും മനസ്സിലുള്ളത് തിരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പല കാര്യങ്ങളിലും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇപ്പൊ എങ്ങനെ യൂസ് ചെയ്തു, ഇതൊക്കെ നിങ്ങൾ അറിയുക. ഡോമിനേറ്റിംഗ് എഫക്റ്റ് ഏതാണ്, ഇതൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ഇപ്പൊ ആസിഡ് ബേസ് കെമിസ്ട്രിയെ പറ്റി
നമ്മൾ തിയറി ഉൾപ്പെടെ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കമ്പാരിസൺ ഒക്കെ വരും. ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു 3 കോമ്പൗണ്ട് വന്നിട്ട് വിച്ച് ഇസ് മോർ അസിഡിക്. അവിടെ ഈ കൺസെപ്റ്റുകളൊക്കെ എടുത്ത് അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഓർ ഡോമിനേറ്റിംഗ് ഇഫക്റ്റും ഇതൊക്കെ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യുന്നു. എപ്പോഴും ഓർക്കേണ്ട കാര്യം മീസോമറിക് എഫക്റ്റ് ആണ് ഡോമിനേറ്റിംഗ്. ഹാലജൻസിന്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ റെസൊണൻസ്. പിന്നെ മീസോമറിക്കും റെസൊണൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുമിച്ചാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ ബെൻസീനൊക്കെ വരുന്ന സമയത്ത് മീസോമറിക്കും റെസൊണൻസ് ഒരുമിച്ചാണ് നടക്കുന്നത്. മീസോമറിക്ക് നടന്ന ശേഷം അത് റെസൊണൻസിലൂടെ പോവുകയാണ്. റെസൊണൻസിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ അവിടെ മീസോമറിക്ക് നമ്മൾ പറയുന്നത്. പിന്നെ നോക്കേണ്ടത് ഹൈപ്പർ കോഞ്ചുഗേഷൻ. ലാസ്റ്റ് ഇൻഡക്റ്റീവ് നോക്കാൻ പാടുള്ളൂ. ഓക്കെ, ഹാലജൻസിന്റെ കേസിൽ എസ്പെഷ്യലി ഫ്ലൂറിനൊക്കെ വരുന്ന കേസിൽ അവിടെ ഫ്ലൂറിൻ -I ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഏതിനേക്കാളും +R ഓക്കെ, +R അല്ലെങ്കിൽ +M മീസോമറിക് എഫക്റ്റിനെക്കാളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. ഈ പഠിച്ച കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് അറിയേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞത്, മോഡിഫൈഡ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ കേസ്, അതുപോലെ ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ കേസ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കണക്ഷൻ. ഓക്കെ, അത് ആസിഡിറ്റി ബേസിസിറ്റി ആയിട്ടുള്ള കണക്ഷൻ. അതൊക്കെ ആസിഡ് ബേസിക് കെമിസ്ട്രി നമ്മൾ ഇനി മോർ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് പോവാം. നമ്മുടെ ചാപ്റ്ററിന്റെ വേണ്ടുന്ന ബേസ് ആണ് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചത്. നെക്സ്റ്റ് ആസിഡ് ബേസിക് കെമിസ്ട്രിയെ പറ്റി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആസിഡ് ബേസിക് കെമിസ്ട്രിയിലേക്ക് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് തിയറീസ് ഇൻ ആസിഡ് ബേസ് കെമിസ്ട്രി. തിയറീസ് ഇൻ ആസിഡ് ബേസ് കെമിസ്ട്രി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 3 തിയറീസ് നമ്മൾ ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ പഠിക്കും. എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞൂടാത്ത ആരും ഉണ്ടാവില്ല. അറീനിയസ്, അതുപോലെ ബ്രോൺസ്റ്റഡ് ആൻഡ് ലൗറി, then ലൂയിസ് കൺസെപ്റ്റ്. അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. എന്താണ് അറീനിയസ്? അറീനിയസ് കൺസെപ്റ്റ് അനുസരിച്ചിട്ട് അക്വസ് സൊല്യൂഷനിൽ ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണർ ആയിരിക്കും. H+ കൊടുക്കുന്ന ആൾക്കാർ ആസിഡ്. ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? OH- കൊടുക്കുന്ന ആൾക്കാരാണ് ബേസ്. OH- ഡോണേഴ്സ് ആണ് ബേസ്. ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ് എന്താ പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത് H+ ഡോണേഴ്സ് ആയിരിക്കും, അറീനിയസിന്റെ പോലെ തന്നെ. എന്നാൽ ബേസ് എന്ന് പറയുന്നത് ഇവിടെ OH- എന്ന് പറയുന്ന വേർഡേ മിണ്ടുന്നില്ല. ബേസ് എന്ന് പറയുന്നത് H+ അക്സെപ്റ്റർ ആയിരിക്കും. H+ വെച്ച് മാത്രം പറയുന്ന കൺസെപ്റ്റാണ് ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ്. ഇനി എന്തായിരിക്കും ലൂയിസ് കൺസെപ്റ്റ്? ലൂയിസ് കൺസെപ്റ്റ് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്ന ആൾക്കാർ ബേസ്. അപ്പൊ എന്താണ് ആസിഡ്? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആസിഡ് ആണ്. അക്സെപ്റ്റേഴ്സ് ആസിഡ് ആണ്. Electron pair donors are called base and electron pair acceptors are called acid. എല്ലാവർക്കും അറിയാവുന്ന കൺസെപ്റ്റാണ്. ഈ 3 കൺസെപ്റ്റിലും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് യൂസ്ഡ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ആസിഡ് ബേസ് കെമിസ്ട്രി. ഓർഗാനിക്കിൽ യൂസ് ചെയ്യുന്ന ഈ കൺസെപ്റ്റ് ആണ്. ഓർഗാനിക്കിലെ ആസിഡ് ബേസ് കെമിസ്ട്രിയിൽ ബ്രോൺസ്റ്റഡ് ലൗറി കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റു 2 കൺസെപ്റ്റും അല്ല. ഓക്കെ, സോ അറീനിയസ് അറിയാം, ബ്രോൺസ്റ്റഡ് ലൗറി അറിയാം, ലൂയിസ് അറിയാം. ബ്രോൺസ്റ്റഡ് ലൗറി എന്ന് വെച്ചാൽ എന്താ? H+ കൊടുക്കുന്ന ആൾക്കാർ ആസിഡ്, H+ വാങ്ങുന്ന ആൾക്കാർ ബേസ്. ഇനി ഒരു ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്തിന്റെ ബേസിസിലാണ് അസിഡിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിക്കും pKa വാല്യൂ വെച്ചിട്ടാണ്. നമ്മൾ pH എന്നൊക്കെ പറയും പോലെ pKa വാല്യൂ വെച്ചിട്ടാണ് അസിഡിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് എക്സ്പെരിമെന്റൽ ആണ്. ഓക്കെ, ഇനി ഒരു ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ HA ഈസ് ആൻ ആസിഡ്. ഇത് എന്ത് ചെയ്യും? ഒരു ബ്രോൺസ്റ്റഡ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് H+ ആൻഡ് A- ആയിട്ട് മാറും. H+ കൊടുക്കും. ഞാനപ്പോൾ ഉള്ള ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് Ka എന്നെടുക്കുന്നു. ഇത് തമ്മിൽ ഇപ്പൊ ഇക്വിലിബ്രിയത്തിലാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ Ka = എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A-
ബൈ കോൺസെൻട്രേഷൻ ഓഫ് അൺഡിസോസിയേറ്റഡ് HA എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതായത് KA ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് is directly proportional to A മൈനസ്. അതായത് അവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് അയോൺ, നെഗറ്റീവ് അയോണിന്റെ കോൺസെൻട്രേഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് അയോൺ മോർ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിലോ, ഇതെന്തായാലും മോർ സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ഫോം ചെയ്യൂ. അതായത് കെ എന്ന് പറയുന്നത് എന്തിന്, നെഗറ്റീവ് അയോണിന്റെ സ്റ്റെബിലിറ്റി ആയിട്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി അസിഡിറ്റിയിലേക്ക് വന്നാൽ കെ എന്ന് വെച്ചാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് എന്ന് വിളിക്കും. കെ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു acidic strength അല്ലെങ്കിൽ acidic strength is directly proportional to Ka and inversely proportional to pKa. എന്ന് വെച്ചാൽ Ka വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് acidic strength കൂടും, pKa വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് acidic strength കുറയും. ഈ റിലേഷൻ ഓർത്തേക്കുക. Ka വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് acidic strength കൂടും, pKa വാല്യൂ കൂടുന്ന അനുസരിച്ചിട്ട് acidic strength കുറയും. pK എന്ന് വെച്ചാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka ആണ്. pH നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ എന്ന് പറയും പോലെ. ഓക്കെ, അതിലേക്കൊന്നും നമുക്കിവിടെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്കുള്ള കീ പോയിന്റ് എന്ന് പറയുന്നത് Ka ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിക് സ്ട്രെങ്ത് ആണ്. Ka ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, അസിഡിക് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പോയിന്റിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഇനി ആസിഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ എന്ന് വെച്ചാൽ H+നെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആനയോണിന്റെ സ്റ്റെബിലിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അസിഡിക് സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് ഈ പോയിന്റ് പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അതായത് നമ്മൾ ഇനി അസിഡിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ നേരത്തെ എന്താ ചെയ്യുന്നത്, H+നെ കളഞ്ഞ് അതിന്റെ നെഗറ്റീവ് ചാർജ് എടുത്ത് ആ നെഗറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ കമ്പയർ ചെയ്യും. എന്ത് വെച്ചിട്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ള ജിയോസിയിലെ എഫക്റ്റുകൾ വെച്ചിട്ടും ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ടും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്യും. ദാറ്റ് ഈസ് എല്ലാം നമ്മൾ ഇനി ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് മെയിൻ പാർട്ട് അസിഡിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടുന്നത്, സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ. സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഫസ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ. ഫസ്റ്റ് ഫാക്ടർ സൈസ് ആണ്. ഓക്കെ, സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് കൂടിക്കഴിഞ്ഞാൽ ആ ആനയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ആയിരിക്കും. സൈസ് കൂടുന്തോറും നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ ആവും. ദാറ്റ് ഈസ് സൈസ് കൂടുന്തോറും നെഗറ്റീവ് ചാർജ് മോർ സ്റ്റേബിൾ ആവും. അതായത് ആനയോൺ മോർ സ്റ്റേബിൾ ആവും. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഓക്കെ, സെക്കൻഡ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്തോറും സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ കൂടും. ആനയോൺ ഇൻക്രീസ് ചെയ്യും. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് റെസൊണൻസ് ആണ്. റെസൊണൻസ് കൂടുന്തോറും സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ കൂടും. ഫോർത്ത് ഫാക്ടർ എന്ന് പറയുന്നത് മൈനസ് ഐ ഇഫക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് മൈനസ് ഐയോ പ്ലസ് ഐയോ എന്തായിക്കോട്ടെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. അതിൽ തന്നെ മൈനസ് ഐ ഇഫക്റ്റ് കൂടുന്തോറും നിങ്ങൾക്കറിയാം, മൈനസ് ഐ ഇഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആനയോണിന്റെ സ്റ്റെബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. മൈനസ് ഐ ഇഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, ഇത് പിടിച്ചെടുക്കും. അപ്പോൾ മൈനസ് ഐ ഇഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടുത്തെ നെഗറ്റീവ് ചാർജിന്റെ അളവ് കുറയും. നെഗറ്റീവ് ചാർജിന്റെ അളവ് കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. സോ മൈനസ് ഐ ഇഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ കൂടും.
സ്റ്റെബിലിറ്റി ഓഫ് ആനയോൺ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ 4 പോയിന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി ആസിഡ് ബേസ് കമ്പാരിസൺ നടത്തുന്നത്. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ചെറിയ ആസിഡ് ബേസ് കോമ്പൗണ്ട്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന്റെ അസിഡിറ്റി ഓർഡർ. HF, HCl, HBr, HI 4 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് ചോദിക്കുവാണ് ആസിഡ് ബേസ് ഓർഡറിന്റെ ആസിഡിന്റെ സ്ട്രെങ്ത്, എന്റെ ആസിഡിക് സ്ട്രെങ്ത് ചോദിച്ചേക്കുവാണ്. ബേസിക് അല്ല, ആസിഡിക് സ്ട്രെങ്ത് ചോദിച്ചേക്കുവാണ്. സോ എല്ലാവരും പറയും ഇവിടെ H+ ഈസി ആയിട്ട് കൊടുക്കുന്നത് HI ആണ്. നമ്മൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു കളയും. നിങ്ങൾ അങ്ങനെ നോക്കരുത്. ആസിഡ് ബേസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 പോയിന്റിലെ കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ നോക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, H+ കളയുക. സോ H+ കളഞ്ഞാൽ F-, ഇവിടുന്ന് H+ പോയി കഴിഞ്ഞാൽ Cl-, ഇവിടുന്ന് H+ പോയി കഴിഞ്ഞാൽ -H+, Br-, ഇവിടുന്ന് H+ പോയി കഴിഞ്ഞാൽ I-. ഇതില് ആരാണ് മോർ സ്റ്റേബിൾ ആനയോൺ? നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം, മോർ സ്റ്റേബിൾ ആനയോൺ ഏത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 പോയിന്റ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ്, സൈസ് ഓഫ് ആനയോൺ. സൈസ് കൂടുന്തോറും ആനയോണിന്റെ സ്റ്റെബിലിറ്റി കൂടും. കാര്യം എന്താ, സൈസ് കൂടുന്തോറും ഈ എക്സ്ട്രാ വരുന്ന നെഗറ്റീവ് ചാർജിന് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അവിടെ ചാർജ് ഡിസ്പേർഷൻ കൂടും. ഓക്കെ, സൈസ് കൂടുന്തോറും ചാർജ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന കൂടും. ഡിസ്പേർഷൻ ഇൻക്രീസ് ചെയ്യും. സോ ചാർജ് ഡിസ്പേർഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ ആ ഞെരുക്കം ഉണ്ടാവില്ല. അതിന് ഒരുപാട് സ്ഥലത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാൻ പറ്റും, സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എവിടെയാ സൈസ് കൂടുതൽ? I-ലാണ്. I- ഉണ്ടായത് ഇവിടുന്ന് HIക്കാണ്. അത് കഴിഞ്ഞാൽ സൈസിന്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ I- ആണ് ഏറ്റവും സൈസ് കൂടുതൽ, ദെൻ Br-, ദെൻ Cl-, ദെൻ F-. കഴിഞ്ഞു. ഇതാണ് അസിഡിറ്റി ഓർഡർ. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിറ്റി ആർക്കാ? അസിഡിറ്റി ഓർഡർ I- എവിടുന്നാണ് ഉണ്ടായത്? HI ഈസ് മോർ സ്ട്രോങ് ആസിഡ്. ഇതാണ് അസിഡിറ്റിയുടെ ഓർഡർ. അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ ആസിഡ് സ്ട്രെങ്ത് നോക്കാനായിട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ H2O, H2S ആൻഡ് H2SC. SC ഈസ് സെലീനിയം. ഇതിൽ ആർക്കാണ് മോർ അസിഡിക് സ്ട്രെങ്ത് ഉള്ളത്? ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. H-നെ കളയുക, ഒരു H-നെ കളയുക, -H+, ഇവിടുന്ന് -H+, ഇവിടുന്ന് -H+. എന്ത് കിട്ടുന്നുണ്ട്? കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ OH-, ഇവിടെ SH-, ഇവിടെ SCH-. ഓക്കെ, സോ ഇവിടെ സൈസ് എങ്ങനെയാണ്? ആർക്കാ സൈസ് ഏറ്റവും കൂടുതൽ? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം ആണ്. അപ്പൊ സൈസ് കൂടുതൽ ആർക്കാ? സെലീനിയത്തിനാണ്. സോ അവിടെയാണ് മോർ സ്റ്റേബിൾ. അവിടെ നെഗറ്റീവ് ചാർജ് വരുന്ന മോർ സ്റ്റേബിൾ. ഈ നെഗറ്റീവ് വരുന്നത് സെലീനിയത്തിനാണ്, ഹൈഡ്രജൻ അല്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിനേക്കാൾ സൈസ് കുറഞ്ഞ സൾഫർ ആണ്. അത് കഴിഞ്ഞാൽ ഓക്സിജൻ. ഓക്കെ, സോ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടിയത് ഏതാ? H2SC ആണ്. അത് കഴിഞ്ഞ് H2S, അത് കഴിഞ്ഞ് H2. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇനോർഗാനിക്കിന്റെ കേസിലാണ്. അവിടെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഓർഗാനിക്കിലേക്ക് വന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ഓർഗാനിക്കിന്റെ കേസിൽ ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ പറയാം. OH ആൻഡ് SH ഏതാണ് മോർ അസിഡിക് ആയിട്ടുള്ളത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞ അതേ കാര്യം ആലോചിക്കുക. H+നെ കളയുന്നു. H+നെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ O- കിട്ടും. ഇത് H+നെ കളയുന്നു. H+നെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? S- കിട്ടും. മൈനസ് വരുന്ന ആ ആറ്റത്തിന്റെ സൈസ് നോക്കുക. ആരാ സൈസ് കൂടുതൽ? സൾഫറിനാണ്. സോ ഏതായിരിക്കും മോർ അസിഡിക് ആയിട്ടുള്ളത്? ഇതാണ് മോർ അസിഡിക്. ആസിഡ് സ്ട്രെങ്ത് ഈ ഓർഡറിൽ വരും. ഓക്കെ, സോ സൈസ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് ഓക്സിജനേക്കാളും കൂടുതലാണ്. അത്രേ ഉള്ളൂ ഇവിടുത്തെ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ആസിഡ് ബേസ് കമ്പാരിസൺ തന്നെയാണ്. HF, H2O, NH3 ആൻഡ് CH4. 4 പേര്.
ഇതിനെ അസിഡിറ്റിയുടെ ഓർഡറിൽ എഴുതുക. 4 പേരെ അസിഡിറ്റി കമ്പയർ ചെയ്യുക. ഫസ്റ്റ് ഒന്നും ചിന്തിക്കേണ്ട, എച്ചിനെ കളയുക, എഫ് മൈനസ്. നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് സ്റ്റെബിലിറ്റി നോക്കിയാൽ മതിയല്ലോ. എച്ചിനെ കളയുക, ഒ എച്ച് മൈനസ്. എച്ചിനെ കളയുക, NH2 മൈനസ്. എച്ചിനെ കളയുക, CH3 മൈനസ്. ഫ്ലൂറൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ഓക്കെ, നിങ്ങൾക്കറിയാം, എല്ലാവരും സെക്കൻഡ് പീരീഡിൽ വരുന്നതാണ്. കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഇവർ തമ്മിൽ സൈസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്. ഓക്കെ, സൈസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പൊ സൈസ് എന്ന് പറയുന്ന ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? സൈസ് ആണ്. നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്ന ആ ആറ്റത്തിന്റെ സൈസ് ആണ്. സൈസ് ഇവിടെ പരിഗണിക്കാൻ പറ്റില്ല. ഓക്കെ, സൈസ് അല്ല എന്നുണ്ടെങ്കിൽ, സൈസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. സൈസ് ഈക്വൽ ആയാൽ നോക്കേണ്ടത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. അപ്പൊ സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അത് ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ റെസൊണൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് സൈസ് ഈക്വൽ ആയി. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി. സിമ്പിൾ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഫ്ലൂറിനാണ്, ഓക്സിജൻ ആണ്, നൈട്രജൻ ആണ്, കാർബൺ ആണ്. ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഫ്ലൂറിനാണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ, അത് കഴിഞ്ഞ് നൈട്രജൻ, അതും കഴിഞ്ഞ് കാർബണും വരുന്നുള്ളൂ. സോ ആസിഡ് സ്ട്രെങ്ത് എങ്ങനെയാണ് വരുന്നത്? HF is more acidic than H2O, then NH3 and CH4. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആസിഡ് സ്ട്രെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. HF, CH3, C ഡബിൾ ബോണ്ടോ OH, CH3, CH2, OH. ഇതേ 3 പേരെ ആസിഡ് സ്ട്രെങ്ത് ഒന്ന് കമ്പയർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ നോക്കുക. നമുക്ക് എന്തായാലും കമ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും കുറവ് ഏതിനായിരിക്കും? ഇതിനായിരിക്കും എന്നറിയാം. കാര്യം ഇത് COH, കാർബോക്സിലിക് ആസിഡ് ആണ്. HF എന്ന് പറയുന്ന ഹൈഡ്രോഹാലിക് ആസിഡ് ആണ്. അപ്പൊ ഇതിനായിരിക്കും ഏറ്റവും കുറവ് എന്നുള്ളത് അറിയാം. പിന്നെ ബാക്കി 2 എണ്ണം ഉണ്ട്. ഇതിൽ ഏതായിരിക്കും? ഇതൊരു ഇനോർഗാനിക് ആസിഡ് ആണ്, ഇത് ഓർഗാനിക് ആസിഡ് ആണ്. ഈ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകരുത്. ഓക്കെ, നിങ്ങൾ ഇതിന്റെ പുറത്തു നിന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ച കൺസെപ്റ്റിലേക്ക് ഡയറക്റ്റ് പോവുക. ഫസ്റ്റ് എന്ത് ചെയ്യുക? എല്ലാത്തിനും എച്ചിനെയും കളയുക. ഓക്കെ, നോക്കുക, അസിഡിക് ആയിട്ടുള്ള എച്ചിനെ തന്നെ കളയണം കേട്ടോ. ഏതെങ്കിലും എച്ചിനെ കളഞ്ഞു കളയരുത്. സോ ഇവിടുന്ന് എച്ചിനെ കളയുക, -H+. ബാക്കി എന്ത് കിട്ടും? F-. ഇവിടുന്ന് H+നെ കളയുക. ഏത് H+നെ കളയേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. COH-ലെ ആ OH-ലെ H+നെയാണ്. അല്ലാതെ CH3-ലെ H+നെ കളയാൻ പറ്റില്ല, അത് അസിഡിക് അല്ല. CH3, C ഡബിൾ ബോണ്ടോ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റോമായിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന H+നെയാണ് കളയേണ്ടത്. ഓക്കെ, അപ്പൊ കളയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ -H+. ഏതിനെയാണ് കളയേണ്ടത്? ഇലക്ട്രോ നെഗറ്റീവ് ഓക്സിജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന H+നെ കളയുക. CH2O- കിട്ടും. സോ ഇവിടെ നോക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? അസിഡിറ്റി കമ്പയർ ചെയ്യാൻ സൈസ് നോക്കിയിട്ട് കാര്യമില്ല. ഫ്ലൂറിൻ, ഓക്സിജൻ, നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്ന ആറ്റം ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഫ്ലൂറിൻ. സൈസ് വലിയ വ്യത്യാസമില്ല. കാര്യം സെയിം പീരീഡിൽ വരുന്നതാണ്, സെക്കൻഡ് പീരീഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി വ്യത്യാസമുണ്ട്. ആർക്കാ? ഫ്ലൂറിൻ ആണ് ഹയർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ HF ആണ് മോർ അസിഡിക്. ഓക്കെ, HF ആണ് മോർ അസിഡിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 ആളെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജനിലാണ് നെഗറ്റീവ് ചാർജ്, ഇവിടെ ഓക്സിജനിലാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഈ 2 പേരുടെയും കേസിൽ നമുക്ക് നോക്കാൻ പറ്റില്ല. ഇവരുടെ കേസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കാൻ പറ്റില്ല. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ തേർഡ് എന്താ? റെസൊണൻസ്. ഇവിടെ നോക്കാം. ഇവിടെ നെഗറ്റീവ് ചാർജ് O- ഉണ്ട്. ഈ O- ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ റെസൊണൻസ് ഉണ്ട്. ഇവിടെ റെസൊണൻസ് ഉണ്ടോ? ഇല്ല. കാര്യം തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. വേക്കന്റ് പി ഓർബിറ്റൽ ഉണ്ടെങ്കിലേ റെസൊണൻസ് കിടക്കുള്ളൂ. ഇവിടെ വേക്കന്റ് പി ഓർബിറ്റൽ ഇല്ല. ഈ കാർബൺ sp3 ആണ്. ഇതെന്താണ്? sp2 ആണ്. sp2-ൽ വേക്കന്റ് പി ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഇവിടെ റെസൊണൻസ് പോസിബിൾ ആണ്, ഇവിടെ അല്ല. അപ്പൊ റെസൊണൻസ് പോസിബിൾ ആണെങ്കിൽ അവിടെ മോർ സ്റ്റേബിൾ ആയിരിക്കും, മോർ അസിഡിക് ആയിരിക്കും. അപ്പൊ ആരാ മോർ അസിഡിക്? CH3, C ഡബിൾ ബോണ്ടോ OH. ഇവിടെ ആനിയോൺ മോർ സ്റ്റേബിൾ ആണ്, സോ അത് മോർ അസിഡിക് ആണ്. ദെൻ CH3, CH2, OH. ഓക്കെ,
സോ റെസണൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തും ഇത് കണ്ടോ, റെസണൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ചാർജ് കണ്ടോ ഇത്രയും സ്ഥലത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ചാർജ് ഡിസ്പേർഷൻ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആ നെഗറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കൂടും. നെഗറ്റീവ് ചാർജിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അസിഡിറ്റിയും കൂടും. അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. OH, that is phenol, and CH2OH. ഈ രണ്ടുപേരെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ആൾക്കാരെ നമ്മൾ കമ്പയർ ചെയ്യും. ഇതിന്റെ അസിഡിറ്റി കമ്പയർ ചെയ്യും. ആരായിരിക്കും മോർ അസിഡിക്? ഫീനോൾ ആണോ അതോ ഈ കോമ്പൗണ്ട് ആണോ? ഓക്കെ, ദാറ്റ് ഈസ് ബെൻസൈലിക് ആൽക്കഹോൾ, ഇറ്റ് ഈസ് ഫീനോൾ. ഓക്കെ, നമുക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്ന അതേപോലെ അപ്ലൈ ചെയ്യുക. H+നെ കളയും. ഇവിടെ എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് O-. ഇവിടെ എന്ത് കിട്ടും? O-. ഫസ്റ്റ് സൈസ് നോക്കുക, നോക്കിയിട്ട് ഒരു കാര്യമില്ല, രണ്ടും ഓക്സിജൻ തന്നെയാണ്. ദെൻ ഇലക്ട്രോണെഗറ്റിവിറ്റി നോക്കുക, നോക്കിയിട്ട് കാര്യമില്ല, രണ്ടും ഓക്സിജൻ തന്നെയാണ്. തേർഡ് റെസൊണൻസ് നോക്കുക. ഇവിടെ ആർക്ക് റെസൊണൻസ് വരും? ഇതിന് റെസൊണൻസ് ഉണ്ട്. ഇവിടെ റെസൊണൻസ് ഉണ്ടോ? ഇല്ല. ഇവിടെ റെസൊണൻസ് ഇല്ല. അപ്പൊ ആരാ മോർ അസിഡിക്? ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ബെൻസൈലിക് ആൽക്കഹോൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ആസിഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ആസിഡ് സ്ട്രെങ്തിന്റെ കമ്പാരിസൺ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് പല ടൈപ്പ് ആസിഡിന്റെ കേസിൽ ഇതൊന്ന് നോക്കണം. ഓക്കെ, പല ടൈപ്പ് ആസിഡ്സിനെ കമ്പയർ ചെയ്യണം. അതിന് മുന്നേ പല ടൈപ്പ് ആസിഡ് എന്ന് പറയുമ്പോൾ എത്രയൊക്കെ ടൈപ്പ് ആസിഡ്സ് ഉണ്ട്? ടൈപ്പ് ഓഫ് ആസിഡ്സ്, എസ്പെഷ്യലി ഓർഗാനിക് ആസിഡ്സിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. എക്സാമിന് ചോദിക്കുന്ന ഓർഗാനിക് ആസിഡ്സ് ആണ്. ഫസ്റ്റ് ഓക്സി ആസിഡ്സ് ഉണ്ട്. ഓക്സി ആസിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് OH വരുന്ന ആസിഡ്സ് ആണ്. OH ബോണ്ട് വരുന്നതാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ആസിഡ്സ്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്. നെക്സ്റ്റ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ഉണ്ട്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം COOH ഗ്രൂപ്പ് വരുന്നതാണ്. കണ്ടോ, അവിടെ OH ബോണ്ട് ഉണ്ട്. ആൽക്കഹോൾസ് ഫീനോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം OH വരുന്നതാണ്, ഡയറക്റ്റ് OH വരുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഓക്സി ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നൈട്രജൻ ആസിഡ്സ് ഉണ്ട്. നൈട്രജൻ ആസിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NH ബോണ്ട് വരുന്ന ആസിഡ്സ് ആണ് നൈട്രജൻ ആസിഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡബിൾ ബോണ്ടോ NH, ഇതൊരു നൈട്രജൻ ആസിഡാണ്. NH ബോണ്ട് വന്നിരിക്കുന്ന ആസിഡാണ്. ഓക്കെ, ഇനി അടുത്ത കാർബൺ ആസിഡ്സ് ഉണ്ട്. കാർബൺ ആസിഡ്സ് എന്ന് വെച്ചാൽ CH ബോണ്ട് വരുന്ന ആസിഡ്. ഓക്കെ, അത് തന്നെ സിംപ്ലി കാർബണൈൽ കോമ്പൗണ്ട്സും ഉണ്ട് അസിഡിക് ആയിട്ടുള്ളത്. അതുപോലെ ഹൈഡ്രോ കാർബൺസും ഉണ്ട്. കാർബണൈൽ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള C ഡബിൾ ബോണ്ടോ ഇങ്ങനെ വരുന്ന കോമ്പൗണ്ട്സ്. ഇപ്പൊ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ഹൈലി അസിഡിക് ആണ്. ഇവിടെ അത് നമ്മൾ പല റിയാക്ഷൻ ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇത് അസിഡിക് പ്രോട്ടോൺ ആണ്, എന്തുകൊണ്ടെന്നൊക്കെയുള്ള കേസ്. ഹൈഡ്രോ കാർബൺസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണെഗറ്റിവിറ്റി അതിന് കൂടുതലാണ്. സോ എന്ത് ചെയ്യും? അതിനിടയ്ക്ക് വരുന്ന ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ഇവിടെ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന അസിഡിക് ആയിരിക്കും. സോ ഹൈഡ്രോ കാർബൺ വരുന്ന കാർബൺ ആസിഡ്സ് ഉണ്ട്. അതുപോലെ കാർബണൈൽ ഗ്രൂപ്പ് വരുന്ന കാർബൺ ആസിഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ടൈപ്പ് ആസിഡ്സിനെ പറ്റിയാണ് നെക്സ്റ്റ് ഇവരുടെ അസിഡിറ്റി കമ്പാരിസൺ ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഓക്സി ആസിഡ്സിന്റെ കേസ് പഠിക്കണം, കാർബോക്സിലിക് ആസിഡിന്റെ കമ്പാരിസൺ പഠിക്കണം, ദെൻ ആൽക്കഹോൾസ് ഫീനോൾസിന്റെ കമ്പാരിസൺ, അതിൽ ഏതാണ് മോർ അസിഡിക് എന്നുള്ളത് പഠിക്കണം. അങ്ങനെ ആ കാര്യങ്ങളാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആലോചിക്കുക. എങ്ങനെയാണ്
നമ്മൾ ആസിഡ് ബേസ് തിയറീസ് ആലോചിക്കുക. അത് ആസിഡിന്റെ കമ്പാരിസൺ എന്തൊക്കെ തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കേസ് ആലോചിക്കുക. ഓക്കെ, അതിൽ ഓരോ കൺസെപ്റ്റ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ള കേസും ആലോചിക്കുക. ദെൻ നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിൽ ഓരോ ആസിഡ്സ് ആയിട്ട് നമുക്ക് എടുത്ത് കമ്പയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓക്സി ആസിഡ്സിന്റെ കേസാണ്. ഓക്സി ആസിഡ്സ്, അതായത് OH ബോണ്ട് വരുന്ന ആസിഡ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? കാർബോക്സിലിക് ആസിഡ്സ്. കാർബോക്സിലിക് ആസിഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിസൺ എക്സാമിന് പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്, 2 മാർക്കിന്. ഫസ്റ്റ് ഓഫ് ഓൾ അറിയുക, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, C ഡബിൾ ബോണ്ടോ OH ഗ്രൂപ്പ് വരുന്നതാണ് കാർബോക്സിലിക് ആസിഡ്. ഇപ്പൊ അതിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ O-. നമ്മൾ ആസിഡ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്തത്? H+നെ കളഞ്ഞ് അവിടെ ആനയോൺ ആക്കി എഴുതുക ചെയ്തത്. നെക്സ്റ്റ് ഞാൻ 3 കാർബോക്സിലിക് ആസിഡ് ഞാൻ ഇവിടെ എഴുതുക. O-. അടുത്തൊരു കാർബോക്സിലിക് ആസിഡ് C ഡബിൾ ബോണ്ടോ O-. സപ്പോസ് ഈ കാർബോക്സിലിക് ആസിഡിൽ ഈ റിങ്ങിന്റെ പൊസിഷൻ ഞാൻ പറയുന്നില്ല, റിങ്ങുമായിട്ട് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ ഒരു ഗ്രൂപ്പും ഇല്ല. ഇവിടെ റിങ്ങുമായിട്ട് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഏതിനായിരിക്കും അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്? ഹൈ. ഓക്കെ, കൺസെപ്റ്റ് ഞാൻ ഇവിടെ പറയാൻ പോവാണ്, വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിക് സ്ട്രെങ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ H+നെ കളഞ്ഞ് അതിന്റെ ആനയോൺ എടുക്കുക. ഇത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എല്ലാം ആലോചിക്കുക. എന്താ? ഫസ്റ്റ് സൈസ് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാര്യം 3 ഒരേ സൈസാണ്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇലക്ട്രോണെഗറ്റിവിറ്റി, 3 ഒരേ ആറ്റമാണ്. ഇലക്ട്രോണെഗറ്റിവിറ്റി കമ്പാരിസൺ പോസിബിൾ അല്ല. നെക്സ്റ്റ് എന്താണ്? റെസൊണൻസ്. അത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ 3 നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുണ്ട്? ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് പോകാം, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് പോകാം, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇത് ഇങ്ങോട്ട് പോകാം. 3 റെസൊണൻസ് ഉണ്ട്. പക്ഷേ ആ റെസൊണൻസിന്റെ എക്സ്റ്റെന്റ്, അളവിനെ തീരുമാനിക്കുന്നത് ഈ ബെൻസീൻ റിംഗിലെ ഗ്രൂപ്പാണ്. ഓക്കെ, സപ്പോസ് ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബെൻസീൻ റിംഗിൽ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെക്കുക. ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെക്കുക. ഈ ബെൻസീൻ റിംഗിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് വെക്കുക. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ റിംഗിൽ നിന്നുള്ള ഇലക്ട്രോൺസിനെ കൂടെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും. ഓക്കെ, ശരിക്കും ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കേസ് ഞാൻ പറയാം. അതിനു മുന്നേ ഇവന് ഇതുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റണം, എങ്കിലേ ഇത് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുള്ളൂ ഈ നെഗറ്റീവ് ചാർജ്. സപ്പോസ് ഇവിടെ ബെൻസീൻ റിംഗ് ഇതുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലോ, ബെൻസീൻ റിംഗിന് വേണോ ഇതുപോലെ റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ, എങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റില്ല, അപ്പൊ ഇത് ലെസ് സ്റ്റേബിൾ ആവും. അപ്പൊ ബെൻസീൻ റിംഗ് ഈ C ഡബിൾ ബോണ്ട് ഓയുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അത് ഇതുമായിട്ട് റെസൊണൻസിൽ പങ്കെടുത്താൽ ഇതിന് പങ്കെടുക്കാൻ പറ്റില്ല, കാര്യം ഒരു ഡബിൾ ബോണ്ട് ഓയേ ഉള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്കേ പറ്റുള്ളൂ. ഒന്നുകിൽ ഇതിന് പങ്കെടുക്കാം, അല്ലെങ്കിൽ ഇതിന് പറ്റാം. ഇതിന് പങ്കെടുക്കുകയാണെങ്കിൽ ഇതിന് പറ്റില്ല. ഇതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആനയോണിന്റെ സ്റ്റെബിലിറ്റി കുറയും, അസിഡിക് സ്ട്രെങ്ത് കുറയും. ഓക്കെ, ഇനി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കേസ് ഞാൻ പറയാം. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുവാണ് ബെൻസീൻ റിംഗിൽ, ഈ പറഞ്ഞിരിക്കും പോലെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുവാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അപ്പൊ ഞാനിപ്പോ NO2 ഗ്രൂപ്പ് എടുക്കുന്നു നോക്കാം. ഓക്കെ, ഇതൊരു -M -I എഫക്റ്റും കാണിക്കുന്ന ഗ്രൂപ്പാണ്. -M ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഒരു -M ഗ്രൂപ്പാണ്. ഇവിടെ എന്തുണ്ട്? C ഡബിൾ ബോണ്ടോ O- ഉണ്ട്. ഇതെന്ത് ചെയ്യും? -M എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും. ഇത് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഡബിൾ ബോണ്ട്, ഈ CO- വന്നിരിക്കുന്ന കാർബണിന്റെ ഈ ഡബിൾ ബോണ്ട് ആരുമായിട്ട് എന്ത് ചെയ്തു? മീസോമെറിക്കൽ അല്ലെങ്കിൽ റെസൊണൻസിൽ പങ്കെടുത്തു, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുമായിട്ട് പങ്കെടുത്തു. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്തായാലും ഇതുമായിട്ട് ഇനി ഇന്ററാക്ട് ചെയ്യില്ല. അപ്പോൾ ആർക്ക് ഇന്ററാക്ട് ചെയ്യാം? ഇവന് എന്ത് ചെയ്യാൻ പറ്റും? അതുമായിട്ട് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആസിഡ് സ്ട്രെങ്ത് എന്തായിരിക്കും? ഇവിടുത്തെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഹൈ ആയിരിക്കും. അപ്പൊ ആസിഡ് സ്ട്രെങ്ത് എന്തായിരിക്കും? ആസിഡ് സ്ട്രെങ്ത് ഹൈ ആയിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് ആനയൺ കൂടി ആസിഡ് സ്ട്രെങ്ത് കൂടും.
അതായത് റിങ്ങില് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആസിഡ് സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി റിങ്ങില് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാലോ? റിങ്ങില് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുവാണ്, ഒരു പ്ലസ് എം എഫക്ട് ഗ്രൂപ്പ് വരുവാണ്, ഒരു പ്ലസ് എം എഫക്ട് ഗ്രൂപ്പ് വരുവാണ്. നോക്കുക, O മൈനസ്. ഇവിടെ OMe ഗ്രൂപ്പ് വരുന്നു എന്ന് നോക്കുക. OMe മൈനസ് ഐ ആ കാണിക്കുന്നത്, മൈനസ് ഐ കാണിക്കും, പ്ലസ് എം കാണിക്കും. ഏത് ഡോമിനേറ്റ് ചെയ്യും? പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. ഇതിന്റെ കേസിൽ ഒഴികെ ബാക്കിയൊക്കെ പ്ലസ് എം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യും? പ്ലസ് എം എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കും, ഇത് ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കും, ഇത് ഇങ്ങോട്ട് ഇലക്ട്രോണിനെ കൊടുക്കും, ഇത് ഇങ്ങോട്ട് പോകും. ഓക്കെ, ദാറ്റ് ഇസ് ആ എക്സ്റ്റൻഡഡ് കോൺജുഗേഷൻ ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ ഈ സി ഡബിൾ ബോണ്ട് ഓയോ ആയിട്ട് ആർക്ക് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റും? റിങ്ങിന്റെ ഡബിൾ ബോണ്ട് റെസൊണൻസിൽ പങ്കെടുക്കും. അപ്പൊ ഇതിന് പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിന് റെസൊണൻസ് വൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റെസൊണൻസ് ആബ്സെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? സ്റ്റെബിലിറ്റി കുറയും. സ്റ്റെബിലിറ്റി കുറയും. സ്റ്റെബിലിറ്റി കുറഞ്ഞാൽ അസിഡിറ്റിയും കുറവായിരിക്കും. ഓക്കെ, അതായത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ബെൻസീൻ റിങ് ആ സി ഡബിൾ ബോണ്ട് ഓ ആയിട്ട് റെസൊണൻസിൽ പങ്കെടുക്കും. O മൈനസിന് റെസൊണൻസിൽ പങ്കെടുക്കാൻ പറ്റില്ല. സോ ഏറ്റവും അസിഡിറ്റി കുറവ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന കേസിലായിരിക്കും. കാര്യം ഇവിടെ രണ്ടും വരാത്ത കേസിൽ ഇവിടെ രണ്ട് എഫക്റ്റും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വരും. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കൺസെപ്റ്റ്. എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഒരു കാർബോക്സിലിക് ആസിഡ്, ഒരു ആരോമാറ്റിക് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ അവിടെ റെസൊണൻസ് ഇഫക്റ്റ് സെയിം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, CO മൈനസ് ഗ്രൂപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ റെസൊണൻസ് എഫക്റ്റ് നോക്കണം. കാര്യം മറ്റു രണ്ട് കാര്യങ്ങളും സെയിം ആണല്ലോ. സൈസ് O മൈനസിന് സെയിം ആണ്, പിന്നെ ഇലക്ട്രോണെഗറ്റിവിറ്റി O മൈനസ്, ദാറ്റ് ഈസ് ഓക്സിജന് സെയിം ആണ്. നെക്സ്റ്റ് റെസൊണൻസ് നോക്കുക. റെസൊണൻസ് തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ടാവും എന്തായാലും. കാര്യം സി ഡബിൾ ബോണ്ട് O മൈനസ് ആകുമ്പോൾ എല്ലാ കേസിലും ഉണ്ടാവും. പക്ഷേ ആ റെസൊണൻസിൽ വേറെ ആരെങ്കിലും കൂടെ കയറി ഇൻവോൾവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അവന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കുക. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ അസിഡിറ്റി കൂടും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ അസിഡിറ്റി കുറയും. ഓക്കെ, സോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് ആ നെഗറ്റീവിനെ മോർ സ്റ്റെബിലൈസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്ന. കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എല്ലാ കൺസെപ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ CO മൈനസ് ഉണ്ട്, ഇവിടെ OMe ഉണ്ട്, ഇവിടെ CO മൈനസ് ഉണ്ട്, ഇവിടെ CN ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ CO മൈനസ് ഉണ്ട്, ഇവിടെ NO2 ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ CO മൈനസ് ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഇതിൽ ആരാണ് മോർ അസിഡിക് ആയിട്ടുള്ള? ആസിഡ് സ്ട്രെങ്തിന്റെ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ എഴുതണം. എങ്ങനെ ചെയ്യും? ഇതിപ്പോ എക്സാമിന് തന്നിരിക്കുന്ന COH എന്നായിരിക്കും കേട്ടോ. നിങ്ങൾ ആ എച്ചിനെ കളഞ്ഞ് നെഗറ്റീവ് ആയോണം ആക്കുക ഫസ്റ്റ്. ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതിയതാണ്. ഓക്കെ, ഇനി അത്രയും കൂടെ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് നെഗറ്റീവ് ചാർജ് കാണിച്ചതാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റിന് തരുന്നത് COH ആയിരിക്കും. ആസിഡ് സ്ട്രെങ്തിന്റെ ഡിക്രീസിങ് ഓർഡറിൽ ഇതിനെ എഴുതുക. എങ്ങനെ നിങ്ങൾ എഴുതും? ഫസ്റ്റ് ചെയ്യേണ്ടതാണ് ഗ്രൂപ്പുകൾ, എല്ലാ ഗ്രൂപ്പുകളെ നോക്കുക, എല്ലാ എഫക്റ്റുകളും എഴുതുക. OMe എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്? പ്ലസ് എം എഫക്റ്റ് ആണ്, അതുപോലെ മൈനസ് ഐ ആണ്. പ്ലസ് എമ്മും മൈനസ് ഐയും ഏത് ഡോമിനേറ്റ് ചെയ്യും? പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ ഈ എഫക്റ്റ് നോക്കിയാണ് ഇതിനെ ഇനി ചെയ്യേണ്ടത്. CN എന്ന് പറയുന്നത് എന്താ, ഏത് എഫക്റ്റാണ് കാണിക്കുന്നത്? CN സൈനോ ഗ്രൂപ്പ് എന്ന് പറയുന്ന മൈനസ് എം എഫക്റ്റ് കാണിക്കുന്ന ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, മൈനസ് എം ആണ്. നമ്മൾ മീസോമർക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ CN ഇലക്ട്രോണെഗറ്റീവ് ആറ്റം ഉണ്ട്, സോ അത് മൈനസ് ഐയും ഉണ്ട്. അപ്പൊ മൈനസ് എമ്മും മൈനസ് ഐയും വന്നു കഴിഞ്ഞാൽ ഏതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? മീസോമറിക് എഫക്റ്റ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എല്ലാ കേസിലും, ഹാലജൻസ് ഒഴികെ എല്ലാത്തിലും. ഓക്കെ, മൈനസ് എമ്മും മൈനസ് ഐ. അപ്പൊ മൈനസ് എം ഇവിടെ ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും, ഇവിടെ മൈനസ് എം ഡോമിനേറ്റ് ചെയ്യും. ഇനി ഇവിടെ എന്താണ്? ഇത് ഈ പറഞ്ഞ കണക്ക് മൈനസ് എമ്മും ഉണ്ട്, മൈനസ് ഐയും ഉണ്ട്. NO2 എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? മൈനസ് എം ഗ്രൂപ്പാണ്.
അതുപോലെ മൈനസ് ഐ ഗ്രൂപ്പാണ്, ഇലക്ട്രോണെഗറ്റീവ് ആറ്റം ആണ്, മൈനസ് ഐ ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ ഇവിടെ ഏത് എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യും? മൈനസ് എം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി CH3യുടെ കേസിലാണെങ്കിലോ ഇത് മീസോമറിക്ക് കാണിക്കുന്ന ഗ്രൂപ്പ് അല്ല. ഇവിടെ ഉള്ളത് പ്ലസ് ഐയും ഉണ്ട്, പ്ലസ് എച്ചും ഉണ്ട്. ദാറ്റ് ഈസ് ഹൈപ്പർ കോൺജുഗേഷൻ. എച്ച് മീൻസ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. ഓക്കെ, ഹൈപ്പർ കോൺജുഗേഷൻ നമ്മൾ GOCയിൽ പഠിക്കുന്നതാണ്. ഇത് ഇവിടെ ആര് ഡോമിനേറ്റ് ചെയ്യും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എച്ച്, ഹൈപ്പർ കോൺജുഗേഷൻ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഏതാ വരുന്നത്? ഇത് മൈനസ് എം വരുന്ന ഇതാ വരുന്നത്. നമുക്കറിയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആനയോൺ സ്റ്റെബിലിറ്റി കൂടും. ആനയോൺ സ്റ്റെബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി കൂടും. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ളത് ഇവർ രണ്ടുപേരുമാണ്. ഓക്കെ, അതിൽ ആരാണ് മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ളത്? മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ആരാ? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ടും കൂടെ റിലേറ്റഡ് ആണ്. മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് ആരാ? ഇവിടെ കാർബൺ ആണ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത്, ഇവിടെ നൈട്രജൻ ആണ്. ആരാ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ളത്? നൈട്രജൻ ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നൈട്രജന് NO2 ആണ് മോർ ഇലക്ട്രോൺ വിഡ്രോയിങ്. മൈനസ് എം എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത് ആരാണ്? NO2 ആണ്. ഓക്കെ, സോ NO2 ആണ് മൈനസ് എം എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത്. ഇത് A, B, C, D. സോ വിഡ്രോയിങ് എഫക്റ്റ്, മൈനസ് എം എഫക്റ്റ് കൂടുതലും NO2-നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് കൂടിയ എഫക്റ്റ് കൂടിയ ആൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി വരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിഡ്രോയിങ് എഫക്റ്റ് ആർക്കാ? ബിക്കാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടും ഇലക്ട്രോൺ കൊടുക്കുന്ന എഫക്റ്റ് ആണ്. ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഇതും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതിൽ തന്നെ മോർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആരാണോ അവിടെ ആയിരിക്കും ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവ്. വേർഡ്സ് ശ്രദ്ധിക്കുക, മോർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെ ആയിരിക്കും ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കുറവ്. മോർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന എഫക്റ്റ് ഏതാ? പ്ലസ് എമ്മും പ്ലസ് എച്ചും ആണ്, അല്ലെ? പ്ലസ് എമ്മും പ്ലസ് എച്ചും കൂടെ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരേ ജയിക്കുള്ളൂ? പ്ലസ് എമ്മേ ജയിക്കുള്ളൂ, മീസോമറിക്കേ ജയിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ മീസോമറിക്ക് ഇതിന്റെ കേസിലായിരിക്കും ഒരുപാട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഒരുപാട് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആനയോന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ, കാര്യം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്ട് കൂടുന്തോറും അവിടെ കാർബാനിയോൺ സ്റ്റെബിലിറ്റി, അവിടെ ആനയോന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറയും, അസിഡിറ്റി കുറയും. അപ്പൊ ഏറ്റവും കുറവ് അസിഡിറ്റി ഏതാ? ഏറ്റവും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കൂടിയ എയിലായിരിക്കും. ഓക്കെ, ദെൻ ഇവിടെ ആരാ വരുന്നത്? ഏറ്റവും കുറവ് എയിലാണ്. ദെൻ ഇവിടെ ആര് വരും? പിന്നെ DA വരാൻ ബാക്കിയുള്ളൂ. DA വരാൻ ബാക്കിയുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ ഓർഡർ എഴുതാനുള്ളത്. നോക്ക, CBDA. ഓക്കെ, അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു എഴുതുന്ന പാറ്റേൺ ശ്രദ്ധിക്കുക. ജസ്റ്റ് ബ്ലൈൻഡ്ലി നിങ്ങൾ ഇതിനെ കണ്ടിട്ട് അങ്ങ് തീരുമാനിച്ചു കളയരുത്. ഈ പറഞ്ഞ റൂൾ അതുപോലെ ഫോളോ ചെയ്ത് വേണം അസിഡിറ്റി എഴുതാനായിട്ട്. നെക്സ്റ്റ്, ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ 2, സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4 കോമ്പൗണ്ട് ഞാൻ ഇതുപോലെ തരുവാണ്. CO മൈനസ് COH ആയിരിക്കും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ തരുന്നത്. ഞാൻ H-നെ മാറ്റിയിട്ട് എഴുതുവാണ്. ദെൻ ഇവിടെയും CO മൈനസ് ആൻഡ് OMe CH3. നെക്സ്റ്റ് CO മൈനസ് ആൻഡ് CHO, CO മൈനസ് ആൻഡ് CHO, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് A, B ആൻഡ് C. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ തരാം, D. ദാറ്റ് ഈസ് വെറും CO മൈനസ് മാത്രം വരുന്നു, COH മാത്രം വരുന്നു. ഇതിന്റെ അസിഡിറ്റിയുടെ ഓർഡർ എഴുതുക. അസിഡിറ്റി ഓർഡർ എങ്ങനെയായിരിക്കും? ഓക്കെ, ചിന്തിക്കേണ്ടത് ഫസ്റ്റ് ഈ ഗ്രൂപ്പ്സ് എല്ലാം നോട്ട് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല, അവിടെ നിൽക്കട്ടെ. ഓരോന്നിന്റെ എഫക്റ്റ് നോക്കുക. OMe എന്തൊക്കെ എഫക്റ്റ് കാണിക്കും? മൈനസ് I എഫക്റ്റ്, പ്ലസ് M എഫക്റ്റ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന എഫക്റ്റ് ആണ് പ്ലസ് M, മൈനസ് IM. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് M ഡോമിനേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ വിഡ്രോയിങ് എഫക്റ്റ് അല്ല, ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ കേസിലാണെങ്കിലോ ഇവിടെ മീസോമറിക് എഫക്റ്റ് ഇല്ല. CH3യുടെ കേസിൽ ഇവിടെ വരുന്നത് എന്താണ്? പ്ലസ് H, ഹൈപ്പർ കോൺജുഗേഷനും അതുപോലെ
പ്ലസ് ഐ വരുന്നുള്ളൂ. ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എച്ച് ഡോമിനേറ്റ് ചെയ്യും. ഹൈപ്പർ കോൺജുഗേഷൻ ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ എന്ത് എഫക്റ്റാണ് വരുന്നത്? സി എച്ച് ഒ ഗ്രൂപ്പാണ്. ഇവിടെ മൈനസ് എം എഫക്റ്റും അതുപോലെ മൈനസ് ഐയും ആ വരുന്നത്. സി എച്ച് ഒ മൈനസ് ഐ ഇഫക്റ്റ് ഗ്രൂപ്പാണ്. കാര്യം എന്താ? ഇലക്ട്രോണെഗറ്റീവ് ആറ്റം ഉണ്ട്. ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? മൈനസ് എം തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മീസോമർക്ക് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇവിടെ ഒരു എഫക്റ്റും ഇല്ല. ഇനി നിങ്ങൾ പറ, ഇതിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ഏത് മാത്രമാണ്? ഇത് മാത്രമാണ്. മൈനസ് വരുന്ന എഫക്ട് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് വരുന്ന ആളായിരിക്കും മോർ അസിഡിക്. അപ്പൊ ഏതാ മോർ അസിഡിക്? സി ആണ് മോർ അസിഡിക്. അത് കഴിഞ്ഞാൽ പിന്നെ ഡൊണേറ്റിംഗ് വരുന്ന കേസിൽ ശ്രദ്ധിക്കുക. ഡൊണേറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആസിഡ് സ്ട്രെങ്ത് നന്നായിട്ട് കുറയും. അപ്പൊ ഡൊണേറ്റിംഗ് വരാത്ത കേസ് ഇതേ ഒരെണ്ണം നിൽപ്പുണ്ട്. അപ്പൊ ഏതായിരിക്കും അത്? ഡി. അതിന് കാര്യം ഡൊണേറ്റിംഗ് എഫക്റ്റ് ഇല്ല. അപ്പൊ സി, ഡി. ഇനി അടുത്ത് ഡൊണേറ്റ് ചെയ്യുന്ന രണ്ടുപേരെ കമ്പയർ ചെയ്താൽ ഇവിടെ ഡൊണേറ്റിംഗ് എഫക്റ്റ് കൂടിയ ആൾക്കാർക്കും അസിഡിക് സ്ട്രെങ്ത് കുറവ്. ഓക്കെ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് കൂടിയ ആൾക്കാണ് അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്, വളരെ കുറവ്. അപ്പൊ പ്ലസ് എം പ്ലസ് എച്ച് ഏതാ ഡോമിനേറ്റിംഗ് എഫക്റ്റ്? പ്ലസ് എം ആണ്. അവിടെയായിരിക്കും സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും എ എന്ന് പറയുന്നത്, ഈ കോമ്പൗണ്ട് ആയിരിക്കും ഏറ്റവും അസിഡിറ്റി കുറഞ്ഞ ആള്. ഓക്കെ, ദെൻ അതിൻ്റെ ഇടയ്ക്ക് ആര് വരും? ബി വരും. കഴിഞ്ഞു. സി ഡി ബി എ, ഇറ്റ് ഈസ് ദ ഓർഡർ. ഓക്കെ, സി ഡി ബി എ, ഇതാണ് അസിഡിറ്റിയുടെ ഓർഡർ. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. CO minus, then CO minus, then CO minus. ഓക്കെ, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ ഒന്നുമില്ല. ഇറ്റ് ഈസ് A, B, C. ഓക്കെ, 3 കോമ്പൗണ്ട്സും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഗ്രൂപ്പ് ഏതൊക്കെയാ? ഇവിടെ OH വന്നിട്ടുണ്ട്, പാരയിൽ OH വന്നിട്ടുണ്ട്, ഇവിടെ മെറ്റൈൽ OH വന്നിട്ടുണ്ട്, ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ ഗ്രൂപ്പ് എന്താണ്? പ്ലസ് എം ആണ്, മൈനസ് ഐ ആണ്. ഇതും എന്താണ്? പ്ലസ് എം ആണ്, മൈനസ് ഐ ആണ്. ഓക്കെ, OH ഗ്രൂപ്പ് പ്ലസ് എം എഫക്റ്റ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്, മൈനസ് ഐ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരായിൽ ഒഴികെ മെറ്റായില്, പാരായിൽ അല്ലാതെ ഇപ്പൊ മെറ്റായില്, ഓർത്തോയുടെ കേസ് നമുക്ക് പിന്നെ പറയാം. മെറ്റായിൽ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ മീസോമറിക് എഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇൻഡക്റ്റീവ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമാണ്. മെറ്റാ സബ്സ്റ്റിറ്റ്യൂന്റ് ആണെന്നുണ്ടെങ്കിൽ മീസോമറിക് എഫക്റ്റിനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓൺലി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ, ഐ എഫക്റ്റ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ പാര വരുന്നതിൽ പ്ലസ് എമ്മും മൈനസ് ഐയും ഉണ്ട്. അതിൽ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, പ്ലസ് എം ഡോമിനേറ്റ് ചെയ്യും. മെറ്റൈൽ ആണെന്നുണ്ടെങ്കിലോ പ്ലസ് എം മൈനസ് ഐയും ഉണ്ട് എന്ന് വിചാരിക്കരുത്. പ്ലസ് എം ഇല്ല, മൈനസ് ഐ മാത്രമേ ഉള്ളൂ. സോ അവിടെ ആര് ഡോമിനേറ്റ് ചെയ്യും? ഒരാൾ മാത്രമേ ഉള്ളൂ. സോ മൈനസ് ഐ തന്നെ ഡോമിനേറ്റ് ചെയ്യും, വേറെ നിവർത്തിയില്ലല്ലോ. ഓക്കെ, സോ ഇനി പറയാം, എവിടെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നത്? ഡെഫിനറ്റ്ലി മൈനസ് ഐ ആണ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്. അപ്പൊ ആരാ ഇലക്ട്രോൺ വിഡ്രോയിങ് വരുന്നതായിരിക്കും? മോർ അസിഡിക്. അപ്പൊ ആരാ മോർ അസിഡിക് ആയിട്ടുള്ളത്? ബി ആണ് മോർ അസിഡിക്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? പിന്നെ വരുന്നത് സി ആയിരിക്കും. ഡൊണേറ്റിംഗിനാണ് ഏറ്റവും കുറവ്. പ്ലസ് എം എഫക്ട് വരുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്, സ്ട്രോങ് ഡൊണേറ്റിംഗ് എഫക്ട് ആണ്. അവിടെ ആയിരിക്കും അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കുറവ്. ദാറ്റ് ഈസ് എക്കാണ് ഏറ്റവും കുറവ്. കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. CO minus, then CO minus and NO2, then CO minus and NO2. മെറ്റൈൽ തന്നിരിക്കുന്നു. ഇറ്റ് ഈസ് A, B, C. ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുക. ഇവിടെ എന്തൊക്കെ ഗ്രൂപ്പ് വരാം? ഇത് മൈനസ് ഐ ആണ്, മൈനസ് എം ആണ്, മൈനസ് ഐ ആണ്. കാര്യം ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ഉണ്ട്, അപ്പൊ മൈനസ് ഐ ആണ്. ഓക്കെ, ദെൻ ഇതെന്ത് ഗ്രൂപ്പാണ്? ഇത് മൈനസ് എം ആണ്, മൈനസ് ഐ ആണ്. പക്ഷെ വന്നിരിക്കുന്നത് മെറ്റൈലാണ്. മെറ്റൈൽ വന്നു കഴിഞ്ഞാൽ മൈനസ് ഐ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മൈനസ് എം ഉണ്ടെങ്കിലും അതിനെ പരിഗണിക്കരുത്, അവിടെ മൈനസ് ഐ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ഡോമിനേറ്റിംഗ് ഏതാ?
ഇവിടെ മൈനസ് എം ആണ്. ഇവിടെ ഡോമിനേറ്റിംഗ് ഏതാ? മൈനസ് ഐ ആണ്. ഓക്കെ, ഏതാണ് മോർ ഇലക്ട്രോൺ വിഡ്രോയിങ്? മൈനസ് എം ആണോ മൈനസ് ഐ ആണോ? രണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് അല്ലെ. മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഏതാണ്? മൈനസ് എം ആണോ മൈനസ് ഐ എഫക്റ്റ് ആണോ മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ളത്? ഡെഫിനറ്റ്ലി മൈനസ് എം ആണ്. സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറയുന്നത് മൈനസ് എം ആണ്. സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഇതാണ്. അപ്പൊ ഇതായിരിക്കും, ബി ആയിരിക്കും ഇവിടുത്തെ മോർ അസിഡിക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഏത് വരും? സി വരും. അത് കഴിഞ്ഞ് എ വരും. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോ ജനറലി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ വന്നത്? ദേ മെറ്റൈൽ വന്ന ബി, മെറ്റൈൽ വന്നതാണ് മോർ അസിഡിക് ആയിട്ട് വന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ പാരയിൽ വന്നാണ് മോർ അസിഡിക് ആയിട്ട് വന്നത്. നിങ്ങൾ അങ്ങനെ എടുക്കരുത്. അങ്ങനെ ഓർത്തോയിലും പാരയിലും സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടൊന്നും അല്ല ഇത് പരിഗണിക്കുന്നത്. ആസിഡ് ബേസ് സ്ട്രെങ്ത് നോക്കുന്നത് കറക്റ്റ് ഈ പാറ്റേണിൽ വേണം നിങ്ങൾ നോക്കാൻ. അല്ലാതെ പല ഇപ്പോൾ ആൾക്കാരും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓർത്തോയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, പാരയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, മെറ്റൈൽ അങ്ങനെയല്ല. ഇവിടെ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഡോമിനേറ്റിംഗ് എഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ എഫക്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ. പല ആൾക്കാർക്കും ഈ പ്ലസ് ഐ എന്താണ്, മൈനസ് എം എന്താണ്, അല്ലെങ്കിൽ പ്ലസ് എം എന്താണ്, ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ OCH3 കാണിക്കുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു റിംഗിലേക്ക് വരുന്ന സമയത്ത് OCH3 കാണിക്കുന്നത് എന്താണ്? പ്ലസ് എമ്മും മൈനസ് ഐയും ആണ്. ആര് ഡോമിനേറ്റ് ചെയ്യും? മീസോമറിക്ക് തന്നെ എല്ലായിടത്തും ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മീസോമറിക്ക് വെച്ച് വേണം ചെയ്യാൻ. അത് സ്ട്രോങ് എഫക്റ്റ് ആണ്. അപ്പൊ അത് വേണം നിങ്ങൾ ഇവിടെ പരിഗണിക്കാൻ. ആ ഒരു ആ ഒരു വ്യത്യാസമാണ് ശരിക്കും നിങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ചെയ്യാം. അടുത്ത എനിക്ക് തോന്നുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, COO മൈനസ് CH3, then COO മൈനസ് CH2 CH3. 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. CO മൈനസ് CH3 ട്വൈസ്. അടുത്ത CO മൈനസ് ആണ്, then CCH3 thrice. CCH3 thrice. Okay, so it is A, B, C and D. ഇതിൽ ആസിഡ് സ്ട്രെങ്ത് എങ്ങനെയാണ്? വളരെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗ്രൂപ്പിന്റെ എഫക്റ്റ് ആലോചിക്കുക. CH3 ഗ്രൂപ്പാണ്, ആൽക്കൈൽ ഗ്രൂപ്പാണ്, മീസോമറിക് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. ആൽക്കൈൽ ഗ്രൂപ്പിലുള്ള രണ്ട് എഫക്റ്റ് ഏതൊക്കെയാണ്? ഹൈപ്പർ കോഞ്ചുഗേഷൻ. ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട്, പിന്നെന്തുണ്ട്? പ്ലസ് ഐ എഫക്റ്റും ഉണ്ട്. ഹൈപ്പർ കോഞ്ചുഗേഷനും ഉണ്ട്, ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ട്. ആര് ഡോമിനേറ്റ് ചെയ്യും? ഹൈപ്പർ കോഞ്ചുഗേഷൻ ഡോമിനേറ്റ് ചെയ്യും. ഹൈപ്പർ കോഞ്ചുഗേഷൻ ഡോമിനേറ്റ് ചെയ്യും. ഹൈപ്പർ കോഞ്ചുഗേഷൻ പരിഗണിക്കുന്ന സമയത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? ഓക്കെ, ആൽഫ ഹൈഡ്രജൻ, ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഇത്. സോ അതിലെ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ, 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി ഇത് പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഹൈപ്പർ കോഞ്ചുഗേഷൻ പരിഗണിക്കണം. സോ ഇവിടെ 2 എഫക്റ്റ് ഉണ്ട്. പ്ലസ് എച്ച്, ഹൈപ്പർ കോഞ്ചുഗേഷനും ഉണ്ട്, പ്ലസ് ഐയും ഉണ്ട്. ആരാ ഡോമിനേറ്റിംഗ്? പ്ലസ് എച്ച് തന്നെയാണ്. ഹൈപ്പർ കോഞ്ചുഗേഷനും ഇൻഡക്റ്റീവും വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ കോഞ്ചുഗേഷൻ തന്നെയാണ് ഡോമിനേറ്റിംഗ്. എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഡബിൾ ബോണ്ടിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞാലോ അവിടെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. സോ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട്, ഇൻഡക്റ്റീവും ഉണ്ട്, പ്ലസ് ഐയും ഉണ്ട്. ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഹൈപ്പർ കോഞ്ചുഗേഷൻ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പ്ലസ് എച്ച് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 1 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഡബിൾ ബോണ്ട് അടുത്ത കാർബൺ ഇതാണ്, അതിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ദർ ഇസ് നോ ഹൈപ്പർ കോഞ്ചുഗേഷൻ. അവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇല്ല. പിന്നെ എന്തുണ്ട്? ഇൻഡക്റ്റീവ് ഉണ്ട്. അവിടെ പ്ലസ് ഐ മാത്രമേ ഉള്ളൂ, ഹൈപ്പർ കോഞ്ചുഗേഷൻ ഇല്ല. കാര്യം അവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, സോ ഈ ഗ്രൂപ്പുകളെല്ലാം കമ്പയർ ചെയ്യുക. ഗ്രൂപ്പുകളെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതാണ് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്? ഈ 2 എഫക്റ്റും പ്ലസ് എച്ച് ആയി ഹൈപ്പർ കോഞ്ചുഗേഷൻ ആയി കഴിഞ്ഞാലും എം ആയി കഴിഞ്ഞാലും പ്ലസ് ഐ ആയി കഴിഞ്ഞാലും ഇത് രണ്ടും എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ ചെയ്യും? എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇതിൽ ആരാണോ മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അവിടെ അസിഡിക് സ്ട്രെങ്ത് ഒരുപാട് കുറവായിരിക്കും. ആരാണോ ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അവിടെ അസിഡിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും.
ആരാണ് ഇവിടെ ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ളത്? എഫക്റ്റ് ചെക്ക് ചെയ്യുക. ഹൈപ്പർ കോൺജുഗേഷൻ ആണ് മോർ പവർ ഉള്ള ഡൊണേറ്റിംഗ് എഫക്റ്റ്. അപ്പോൾ ലെസ് പവർ ഉള്ളത് ഏതാ? ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇവിടെ. അതായിരിക്കും എന്ത്? അവിടെയായിരിക്കും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആനിയോൺ നിൽക്കുന്നത്. അതായിരിക്കും മോർ അസിഡിക്. ഇതായിരിക്കും ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് വരുന്നതാണ് മോർ അസിഡിക്. മോർ ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗും, ഇതാണ് മോർ അസിഡിക്കിന്റെ കണ്ടീഷൻ. മോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് മോർ അസിഡിക് ആയിരിക്കും. ലെസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് മോർ അസിഡിക് ആയിരിക്കും. ഇതെല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇലക്ട്രോൺ ഡൊണേഷൻ പവർ ചെക്ക് ചെയ്യണം. പവർ എന്ന് പറയുന്നത് ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ആണ്, ഇവിടെ ഇൻഡക്റ്റീവ് ആണ്. ഇൻഡക്റ്റീവ് ആണ് ലീസ്റ്റ് കുറച്ച് പവർ ഉള്ള ആള് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അസിഡിക് സ്ട്രെങ്ത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പവർ കുറഞ്ഞ ഇവിടെയാണ്. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഡിക്ക് ആയിരിക്കും. ഇറ്റ് ഈസ് ABCD, ഡിക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിക്കാണ് ഏറ്റവും അസിഡിക് സ്ട്രെങ്ത് കൂടിയത്. ഇനി അത് കഴിഞ്ഞാൽ ആർക്ക് വരും? അത് കഴിഞ്ഞാൽ വരുന്ന ആർക്കാ? ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുന്തോറും ഹൈപ്പർ കോൺജുഗേഷൻ കൂടും, ഡൊണേറ്റിംഗ് പവർ കൂടും. ഓക്കെ, അപ്പൊ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കുറഞ്ഞ ആൾക്കാർക്കും ഡൊണേറ്റിംഗ് പവർ കുറവ്, അതിനായിരിക്കും അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ. അതാരാ? സി. അത് കഴിഞ്ഞാൽ ആരാ വരുന്നത്? ബി. അത് കഴിഞ്ഞാൽ ആരാ? എ. കാര്യം എന്താ? എക്കാണ് ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളത്, അതിനാണ് ഏറ്റവും കൂടുതൽ ഡൊണേറ്റിംഗ് പവർ ഉള്ളത്. അപ്പൊ അവിടെ ആയിരിക്കും ഏറ്റവും ആനിയോൺ ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത്, അവിടെ ആയിരിക്കും അസിഡിറ്റി ഏറ്റവും കുറച്ച് കാണുന്നത്. ഇറ്റ് ഈസ് ദ അസിഡിറ്റി ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനൂടെ നമുക്ക് ചെക്ക് ചെയ്യാം, നോക്കാം, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. CO minus OH, then CO minus Cl, then CO minus. Okay, it is A, B, C. നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ എവിടെയാണ് മോർ അസിഡിക് ആയിട്ടുള്ളത്. അതിന്റെ കമ്പാരിസൺ നമുക്ക് ചെയ്യാം. അസിഡിറ്റി കമ്പാരിസൺ. OH ചെക്ക് ചെയ്യുക. OH ഏതൊക്കെ എഫക്റ്റ് വരും? -M വരും, -I വരും. ഓക്കെ, ആരാ ഡോമിനേറ്റിംഗ്? -M അല്ല, സോറി, +M. OH +M ഗ്രൂപ്പാണ്. കാര്യം ഇവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ വാക്കന്റ് ഡി ഉണ്ട്, ഡബിൾ ബോണ്ട് വന്നിരിക്കുന്ന sp2 കാർബൺ ആണ്. സോ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. +M ആൻഡ് -I. അപ്പൊ ആരാ ഡോമിനേറ്റിംഗ്? +M ഡോമിനേറ്റിംഗ്. ഓക്കെ, അപ്പൊ +M വെച്ചിട്ട് വേണം എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ഇതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലോ, ഇവിടെ Cl വന്നിരിക്കുന്നു. ഓക്കെ, Cl വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ എഫക്റ്റാണ് വരുന്നത്? -I എഫക്റ്റും വരും. ഓക്കെ, അതുപോലെ +M എഫക്റ്റും വരും. ഞാൻ നേരത്തെ ക്ലാസ്സിലെ പറഞ്ഞിരുന്നു, ഹാലജൻസ് വരുന്ന കേസിൽ -I ഉം +M വന്നാൽ, അതാണ് ഒരേ ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞത്. -I ഉം +M വന്നു കഴിഞ്ഞാൽ ആര് ഡോമിനേറ്റ് ചെയ്യും? -I ഡോമിനേറ്റ് ചെയ്യും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിന്റെ ഒക്കെ കേസിൽ -I ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ പ്രാവശ്യം എഴുതും പോലെ മീസോമർക്ക് ഇൻഡക്റ്റീവ്, മീസോമർക്ക് ഡോമിനേറ്റ് ചെയ്യുമെന്ന് എഴുതരുത്. ഹാലജൻ എക്സെപ്ഷണൽ കേസാണ്. -M ഉം -I ഉം +M കൂടെ വന്നാൽ, -I ഉം -M വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ ഇവിടെ ഇപ്പോൾ ആനയോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നില്ല. നോക്കാം, ഇവിടെ ആരാ ഡോമിനേറ്റ് ചെയ്യുന്നത്? -I ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡോമിനേറ്റ് ചെയ്യുന്ന എഫക്റ്റ് -I ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലോ നോ എഫക്റ്റ്, ഒരു ഗ്രൂപ്പും ഇല്ല. സോ ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന ഏതാ? അവിടെ ആയിരിക്കും മോർ അസിഡിറ്റി വരുന്നത്. അതേതാ? ബി. നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് വരുന്നത് സി അല്ലേ? ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ ഏതാ? ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. ഇതെന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് വരുന്നത് ബിക്കാണ്. ഓക്കെ, -I എഫക്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് വരുന്ന സമയത്ത് മോർ അസിഡിക് ആയിട്ടുള്ള അയോണിനെ നമുക്ക് കിട്ടും. മോർ അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ടിന് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഹൈ ആയിട്ടുള്ള ആളാണ് മോർ അസിഡിക്. ദെൻ ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. കാര്യം +M എഫക്റ്റ് ആണ്, സ്ട്രോങ് ഡൊണേറ്റിംഗ് എഫക്റ്റ് ആണ്. സോ അസിഡിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ ലോ ആയിരിക്കും. ദാറ്റ് ഈസ് എ. ഓക്കെ, നമ്മളിവിടെ തിരിച്ചെടുത്താലോ,
ഇവിടെ പ്ലസ് എം അല്ലേ, പ്ലസ് എം ആണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാലോ? ഓക്കെ, ഇവിടെയും പ്ലസ് എം ആണ്, ഇവിടെയും പ്ലസ് എം ആണ്. അങ്ങനെ നിങ്ങൾ എടുക്കരുത്, ഒരു കാരണവശാലും അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് കൺഫ്യൂഷൻ ആയി പോകരുത്. ഹാലജന്റെ കേസിൽ മാത്രം ഈ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ആലോചിക്കുക. പ്ലസ് എമ്മും മൈനസ് ഐയും വന്നു കഴിഞ്ഞാൽ ഹാലജൻസിൽ മൈനസ് ഐ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പ്ലസ് എം അല്ല. ബാക്കി കേസിലൊക്കെ പ്ലസ് എം തന്നെയാണ്, മീസോമർക്ക് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കേസിലൊന്നും ഒരു കൺഫ്യൂഷന്റെയും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടത്, നമ്മൾ ഇതുവരെ ഓർത്തോ പാരയിലെയും മെറ്റൈലെയും കേസേ പഠിച്ചിട്ടുള്ളൂ. കാർബോക്സിലിക് ആസിഡിന്റെ ഓർത്തോയിലെ കേസ് പഠിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഓർത്തോ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓർത്തോ എഫക്റ്റ്. ഇതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓർത്തോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും അസിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കൺസെപ്റ്റ് ബേസ്ഡ് ആയിരിക്കണം അസിഡിറ്റി ബേസിസിറ്റി കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്ത് അതിൽ തന്നെ ഡോമിനേറ്റിംഗ് എഫക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡോമിനേറ്റിംഗ് എഫക്റ്റ് എങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ജനറലി നമ്മൾ ഹാലജൻസിന്റെ കേസ് ഒഴികെ ബാക്കി എല്ലാ കേസസിലും മീസോമറിക് എഫക്റ്റ് ഈസ് ഡോമിനേറ്റിംഗ്. ഓക്കെ, മീസോമറിക് എഫക്റ്റിനെ പറ്റി പഠിക്കണമെങ്കിൽ GOC പഠിക്കണം. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് ഡോമിനേറ്റിംഗ്, അതും കഴിഞ്ഞേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, മീസോമറിക്, ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് ഇൻഡക്റ്റീവ്, ദിസ് ഈസ് ദ ഓർഡർ. ഓക്കെ, ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റിന് ഡോമിനൻസ് വരുന്ന ഹാലജൻസ് വരുന്ന കണ്ടീഷനിൽ മാത്രമാണ്, ബാക്കി എല്ലായിടത്തും മീസോമറിക് തന്നെയാണ് ഡോമിനേറ്റ്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ചുകൊള്ളുക. അത് പ്രത്യേകിച്ച് അത് മനസ്സിലായി, ഡോമിനേറ്റിംഗ് എഫക്റ്റ് കണ്ടുപിടിച്ച ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ മസ്റ്റായിട്ടും തെറ്റും. ഓക്കെ, ആൻസർ മിസ്റ്റേക്ക് ആവും. സോ ഓർത്തോ എഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇതിന് SIR എഫക്റ്റ് എന്ന് പറയാറുണ്ട്. ഓർത്തോ എഫക്റ്റിന് സ്റ്റെറിക് ഇൻഹിബിഷൻ ഓഫ് റെസണൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ക്ലാസ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, ബാക്കി അടുത്ത ക്ലാസ്സിൽ.